സ്വഹാബികളും ഒക്കായിരിക്കും ഫുളൂദിൽ ജാസൂസുരുത്തർ വരെ യാസീൻ നബിക്കൊരുവി ശേഷം വിരുത്തി പൊരുളായി അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും മദീനയിലേക്ക് കയറി ചെന്നു. അവിടുത്തെ മദീനക്കാര് ത്വലഅൽ ബദ്ർ പാടിയിട്ട് സ്വീകരിക്കുന്നു. കുട്ടികൾ ദഫ് മുട്ടിയിട്ട് ഹബീബായ തങ്ങളെ ആനയിക്കുന്നു. അത് റബീഉൽ അവ്വൽ 12 എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഏതായാലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനം അത് മദീനക്കാർക്ക് വലിയ സന്തോഷമായിരുന്നു. അള്ളാന്റെ ഹബീബിനെ അവർ സ്വീകരിച്ചു, സ്വഹാബത്തിനെ അവർ സ്വീകരിച്ചു, എല്ലാ നിലക്കും അവർ ഹെൽപ്പ് ചെയ്തു. താമസിക്കാൻ വീട് 2 നിലയുണ്ടെങ്കിൽ ഒരു നില മുഹാജിറുകളായ സ്വഹാബക്കൾക്ക് വിട്ടുകൊടുത്ത്, ഒരു ഒറ്റ നില വീടാണെങ്കിൽ അതിനെ 2 നായിട്ട് ഭാഗം ചെയ്തിട്ട് പാർട്ടീഷൻ നടത്തിയിട്ട് ഒരു ഭാഗം മുഹാജിറുകളായ കുടുംബത്തിന് പാർക്കാൻ അവർ വീട് വിട്ടുകൊടുത്തു. സുബ്ഹാനല്ലാഹ്, അവരെ ബിസിനസ്സിൽ അവരെയും പാർട്ണർമാരാക്കി ചേർത്ത് എല്ലാ നിലക്കുമുള്ള ഹെൽപ്പ് അങ്ങ് ചെയ്തു കൊടുത്തു. അള്ളാന്റെ റസൂല് കടന്നു വന്നപ്പോ എന്റെ വീട്ടിലേക്ക് വരൂ നബിയെ, ഇന്ന് ഞങ്ങളെ വീട്ടിലാകാം നബിയെ, ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം നബിയെ, ഇങ്ങനെ പറഞ്ഞു ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു വലിച്ച് മത്സരിക്കുകയായിരുന്നു അൻസ്വാരികളായ സ്വഹാബത്ത്. അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഒരു സഹായത്തിന്റെ പേരിലാണ് അൻസ്വാർ എന്നുള്ള ടൈറ്റിൽ അവർക്ക് വിളിച്ചത്, അൻസ്വാർ എന്ന പേര് അവർക്ക് വിളിച്ചത്. ഇത്രമേൽ അകമഴിഞ്ഞ സഹായത്തിന്റെ പേരിലാണ്. നല്ല ഒരു പേര് അവർക്ക് കിട്ടിയപ്പോ തന്നെ വല്ലാത്ത സന്തോഷായി അല്ലേ. നമ്മളിവിടെ സ്വാന്തനം വളണ്ടിയർ ആണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ചാരിറ്റി പ്രവർത്തകനാണ് എന്നൊക്കെ നമ്മളെ കുറിച്ച് ഒരാൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്തൊരു സന്തോഷായി പോയി. ഇവൻ കാരുണ്യ പ്രവർത്തകനാണ്, ഇവിടുത്തെ തണൽ കൂട്ടായ്മയുടെ ഒരു പ്രവർത്തകനാണ് അവൻ. ഇത്തരത്തിൽ നല്ല ഒരു ചാരിറ്റി കൂട്ടായ്മയെ കുറിച്ച് ഇതിലേക്ക് ചേർത്തി പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അള്ളാന്റെ റസൂൽ സ്വഹാബത്തിനെ മുഴുവൻ വിളിക്കാണ് അൻസ്വാറുകൾ എന്നുള്ള വല്ലാത്തൊരു ഓമന പേര് കൊടുക്കുന്നു. മദീനക്കാർക്ക് കിട്ടിയ ഒരു വല്ലാത്ത പരിഗണനയായി പോയത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ നിലക്കുമുള്ള ഹെൽപ്പ് ചെയ്ത് മദീനയിൽ ഇസ്ലാം ഇങ്ങനെ വലുതാകുന്നു. അവിടെ നല്ല അന്തരീക്ഷം, വളർച്ചക്ക് പറ്റിയ വളക്കൂറുള്ള മണ്ണ്, ഇസ്ലാമിന്റെ പ്രബോധനം തകൃതിയായി നടക്കുന്നു. മദീനത്ത് അള്ളാന്റെ ഹബീബ് ചെന്ന ഉടനെ തന്നെ പള്ളിക്ക് കുറ്റിയടിക്കുന്നുണ്ട്. ആ പള്ളി വലുതാകുന്നു, നിസ്കാരം തുടങ്ങുന്നു, ജുമുഅ തുടങ്ങുന്നു. ഇങ്ങനെ എല്ലാ നിലക്കും ഇസ്ലാമിന്റെ അടയാളങ്ങളൊക്കെ വെളിവാക്കാൻ നല്ല സ്വാതന്ത്ര്യത്തോടുകൂടെ അവിടെ ആരംഭിക്കുമ്പോഴും മക്കക്കാര് മുത്തുനബിയെ വിട്ടില്ല. മദീനയിൽ വന്നിട്ടും പ്രശ്നം ഉണ്ടാക്കണം എന്നാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ നോക്ക് നിങ്ങള്, മക്കയിൽ നിന്ന് എങ്ങനെയാ മദീനത്തേക്ക് പുറപ്പെട്ടത്? അല്ലാഹുവേ, ജനിച്ചു വീണ മണ്ണിനെ വിട്ട് ആരെങ്കിലും പോകുമോ? നാട് വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് വീടെടുക്കാൻ എത്രമേൽക്ക് താല്പര്യം ഉണ്ടാകും? വളരെ കുറവായിരിക്കുമല്ലോ നാട് വിട്ടു പോകാൻ മനസ്സിൽ താല്പര്യം വരുമോ? വരൂല. അത്രമേൽ വലിയ നിർബന്ധ സാഹചര്യമാണെങ്കിലേ അത്തരത്തിലൊക്കെ തയ്യാറാവുകയുള്ളൂ. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വളർന്ന വീട്, കുടുംബക്കാരുള്ള നാട്, കൂട്ടുകാരുള്ള നാട്, സ്വഹാബത്ത് മുഴുവനും ഇട്ടേച്ചു പോകുന്ന തന്റെ വർഷങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയ തോട്ടങ്ങൾ മക്കത്താണ്. ഈത്തപ്പഴത്തോട്ടങ്ങൾ ഏക്കറക്കണക്കിന് മക്കത്തെ ഭൂമിയിലാണ്. എല്ലാ കച്ചവടങ്ങളും മക്കയിലാണ്, ബന്ധങ്ങളും മക്കയിലാണ്. മുഴുവനും ഇട്ടേച്ചിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ അവിടുന്ന് മദീനത്തേക്ക് യാത്ര തിരിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതേ കച്ചവടക്കാരനായ വലിയ പണക്കാരനായ സുഹൈബുർ റൂമി തങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. വലിയ പണക്കാരനായിരുന്നു. റോമയിൽ നിന്ന് വന്ന് മക്കയിൽ താമസമാക്കിയ ആളാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ മദീനത്തേക്ക് പോകുമ്പോഴാണ് കുഫാർ വന്നിട്ട് തടയുന്നത്. തടഞ്ഞിട്ട് പറഞ്ഞു, ഓ സുഹൈബ്, എവിടുക്ക പോണ്? ഇങ്ങനെ പോവല്? മക്കത്ത് നിന്നുണ്ടാക്കിയ പൈസ ഒക്കെ ഇവിടെ വെക്ക്, അതായിട്ടൊന്നും പോകാൻ സമ്മതിക്കൂല, ഒരടി മുന്നോട്ട് വെക്കാൻ അയക്കൂല, അതെല്ലാം ഇവിടെ വെച്ചിട്ടേ യാത്ര പോകാൻ ഞങ്ങൾ സമ്മതിക്കുള്ളൂ. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ, ആരാ ഞാനെന്നറിയോ?
നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അമ്പെയ്ത്തുകാരനാണ് ഞാന്. നല്ല അമ്പെയ്യാൻ അറിയാം, ഒറ്റൊന്നിനെയും മുന്നം വെക്കാതെ അമ്പെയ്ത്തിട്ട് കൊല ചെയ്യാൻ എനിക്കറിയും. പക്ഷേ ഇന്ന് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്റെ ഹബീബിന്റെ പിന്നാലെയാണ്. അള്ളാന്റെ ഹബീബിനെ ഇഷ്ടം വെച്ചുകൊണ്ടിറങ്ങിയതാണ്. എന്റെ ലക്ഷ്യം മദീനയാ. നിങ്ങൾ എന്നെ എന്തു പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കിയാലും പിന്തിരിയൂല. എന്റേതായ എല്ലാ സമ്പത്തും നിങ്ങളെടുത്തോ. എവിടെയൊക്കെയാണ് എന്റെ തോട്ടമുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം. സുഹൈബ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്ത് മുഴുവനും കുഫാറിനങ്ങ് തള്ളിക്കൊടുക്കുന്നു. കൊണ്ടുപോയി നേടാനുള്ളത് നേടിക്കോ. സുഹൈബിന് ഇത് ആവശ്യമില്ല. ഓ എന്റെ മുഅ്മിനീങ്ങളെ, ഇങ്ങനെ എത്രയെത്ര സമ്പത്തുകള്, എത്രയെത്ര സമ്പത്താ അവിടെ വെച്ചു പോയിട്ടുള്ളത്. അബൂജഹല് വീടെടുത്തു പോയി. ആരുടെ? സഅദ് ബിൻ അബീ വഖാസ് തങ്ങളെ വീട്. നല്ല മൊഞ്ചുള്ള വീടാ. അവിടെ അഴകുള്ള നല്ല വിലപിടിപ്പുള്ള സാമഗ്രികളുള്ള നല്ല നിലക്കുള്ള വീടാണ് സഅദ് ബിൻ അബീ വഖാസ് തങ്ങളെ വീട്. അത് അബൂജഹല് സ്വയത്താക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരെ വീടും പിടിച്ചു വെച്ചു, അവരെ സമ്പത്ത് പിടിച്ചു വെച്ചു. എല്ലാ നിലക്കും സുഖസൗകര്യങ്ങളോടുകൂടെ കുഫാറും മക്കക്കാരായ സ്വഹാബത്തിന്റെ സമ്പത്തിന്റെ മേലിൽ ഇങ്ങനെ കിങ്കരന്മാരായി അഹങ്കരിച്ചുകൊണ്ട് അവര് ജീവിക്കുകയാണ്. മാത്രമല്ല ഇങ്ങനെ എല്ലാം അപഹരിച്ചെടുത്ത്, എല്ലാ സ്വത്തും അപഹരിച്ചെടുത്തുകൊണ്ട് ആ സ്വത്തുക്കളെ മുഴുവനും വിറ്റഴിച്ചതിൽ നിന്ന് ലാഭമുണ്ടാക്കിയാനാണ് അതേ അടുത്ത നീക്കം. അതാണ് അടുത്ത നീക്കം. ബദറിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ശരിക്ക് ക്ഷണിക്കുന്നത്. എങ്ങനെയാണ് ബദർ തുടങ്ങുന്നത്, എന്താണ് ബദറിന് കാരണമെന്നാണ് ഞാൻ പറയുന്നത്. അതേ മക്കക്കാരായ സ്വഹാബത്തിന്റെ സമ്പത്ത് മുഴുവനും എടുത്തിട്ട് അതേ ആ കുഫാർ മുഴുവനും സമാഹരിച്ച് അങ്ങ് ഷാമിലേക്ക് കൊണ്ടുപോകണം. അവിടെ കച്ചവട സാധനങ്ങൾ വാങ്ങണം. ഈ സമ്പത്ത് മുഴുവനും വിറ്റഴിച്ചിട്ട് കച്ചവട സാമഗ്രികൾ വാങ്ങണം. അതുകൊണ്ട് മുഴുവനും വലിയ ലാഭമുണ്ടാക്കിയിട്ട് ഈ മദീനക്കാരായ സ്വഹാബത്തിനെതിരെ തന്നെ തിരിയണം. ആയുധങ്ങൾ വാങ്ങണം, അതിന് പണമുണ്ടാക്കണം. ഇതാണ് കുഫാറിന്റെ ലക്ഷ്യം. ഇവരെ സമ്പത്തോണ്ട് തന്നെ ഇവർക്ക് തിരിച്ചടിക്കണം. എല്ലാം ഒരുമിച്ച് കൂട്ടി കച്ചവട സംഘത്തിന് നേതൃത്വം അബൂ സുഫിയാൻ. പിന്നീട് ഇസ്ലാമിലേക്ക് കണ്ടുവന്ന ആളാണ്, മഹാനവറുകളാണ്, വലിയ സ്ഥാനം വരിച്ചാരാണ് റളിയല്ലാഹു അൻഹു. പഴയകാലത്ത് അബൂ സുഫിയാൻ, ആ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലാണ് കച്ചവട സംഘം പുറപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. അതേ എല്ലാവിധ തയ്യാറെടുപ്പോടും കൂടിയിട്ട് അതേ അബൂ സുഫിയാനും സംഘവും യാത്ര തിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാന്റെ ഹബീബിനോട് വന്നിട്ട് അതേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിവരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സംഘത്തിന്റെ യാത്രയുടെ നീക്കുപോക്കുകൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നിട്ട് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അനവാകി റൂഹുൽ അമീൻ തൻമോളിയ അമ്പൻ പൂകേന്ദയ ഖൈറൽ വറായ തുണയാർ അബൂ സുഫിയാനും ബഈറ ചുമകളും ഷാമിന്ന് വരുന്ന സേറ തന്നിയോന്നരുളുങ്കൾ താമും സ്വഹാബാർ തരത്താലിലേഹിം സൂറത്തിൽ പോവാൻ. അബൂ സുഫിയാനും സംഘവും നബിയെ ഷാമിൽ പോയി കച്ചവടം നടത്തിയിട്ട് 50,000 പൊന്നാണ് അവർ നേടിയത്. ചില്ലറ ലാഭമൊന്നുമല്ല. ഇതെല്ലാം ഉണ്ടാക്കിയത് തങ്ങൾ അനുയായികളുടെ സമ്പത്ത് കൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ വിട്ടാൽ പറ്റൂല നബിയേ. ഈ സമ്പത്ത് മുഴുവനും നിങ്ങൾക്കെതിരെ തിരിയാൻ ഉപയോഗിക്കാനാണ്, ആയുധങ്ങൾ സമാഹരിക്കാനാണ്. അതുകൊണ്ട് ആ കച്ചവട സംഘത്തെ ചെറുക്കൽ
നിർബന്ധമാണ്. അണവാക്കി റൂഹുൽ അമീൻ തൻമൊഴിയ റൂഹുൽ അമീനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ടാണ് പറയുന്നത്, അമ്പൻ പുകൈന്തയാ ഖൈറൽ വറായ, സൃഷ്ടികൾ വെച്ച് ഏറ്റവും ഖൈറായ നബിയെ, അള്ളാന്റെ ഓർഡറാണ്. തുണയാർ അബൂ സുഫിയാനും, തുണയാർ എന്ന് പറഞ്ഞ കൂട്ടുകാര് അബൂ സുഫിയാനും കൂട്ടുകാരും, ബഈറ ചുമകളും അവന്റെ ഒട്ടകങ്ങളും കൂട്ടുകാരും ചുമകളും മുഴുവനും ഷാമിന്ന് വരുന്ന സൈറ, ഷാമിന്ന് അവര് നടപ്പാതയിൽ നടന്നിട്ടാണ് അവര് വരുന്നത്. കച്ചവട സംഘം വരുന്നുണ്ട്. അതുകൊണ്ട് തങ്ങൾ ഉളരണേ, ഇറങ്ങണേ നബിയേ. ധാരാളം സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂല് സ്വഹാബത്തിനെ വിളിക്കുന്നു, ചർച്ച ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് സംഗതി ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു മുശാവറയാണ്. ഇതാണ് നേതൃത്വത്തിന്റെ ഒരു അടയാളം. അണികൾ അടിച്ചേൽപ്പിക്കലല്ല. അള്ളാന്റെ റസൂല് സ്വഹാബത്തിനോട് തീരുമാനം ചോദിക്കുന്നു. കാരണം എന്തേ? അള്ളാന്റെ ഹബീബുള്ളത് മദീനത്താണ്. മദീനക്കാരൊരു ബൈഅത്തുണ്ട്, ഒരു കരാറുണ്ട്. അവര് മദീനത്ത് എന്ത് അക്രമം വന്നാലും ഞങ്ങൾ സഹായിക്കും, സഹകരിക്കുമെന്നാണ്. ഇത് പോകുന്നത് മക്കയിലേക്കാണ്. മദീനയുടെ ബോർഡർ കടന്നാലും സഹായം അത് മദീനക്കാരിൽ നിന്നുണ്ടാകണമെങ്കിൽ അവരെ സമ്മതം പ്രത്യേകം വേണം. ഇത് അവരുടെ ഉടമ്പടിയിലില്ലല്ലോ. എന്നാലും അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിന്റെ മുമ്പിൽ എണീറ്റ് നിന്നിട്ട് ചോദിക്കുകയാണ്, ഓ സ്വഹാബാ, നമ്മൾ എന്ത് ചെയ്യണം? എന്ത് തീരുമാനമെടുക്കണം? നമ്മൾ പോകല്ലേ? അത് മുഹാജിറുകൾ റെഡിയാണ്, മുഹാജിറുകൾ റെഡിയാണ്. അവരെന്തും ത്യജിക്കാൻ തയ്യാറായവരാണ്. റസൂലുള്ളാഹിന്റെ കൂടെ എല്ലാം വിട്ടേച്ചു പോന്നവരാണ്. മദീനക്കാരുടെ അഭിപ്രായം കൂടി അറിയണം. അല്ലാഹ് സഅദ് ഇബ്നു ഉബാദ തങ്ങൾ എണീറ്റെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, വിഷമിക്കണ്ട നബിയേ, അൻസ്വാറുകൾ തങ്ങളെ കൈവിടൂല, ഞങ്ങളും കൂടെയുണ്ട്, നമുക്ക് പോകാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, നബിയേ, ഞങ്ങൾ തങ്ങളോട് മൂസാ നബിയുടെ സമുദായം പറഞ്ഞതുപോലെ പറയൂല. അവരെന്താ പറഞ്ഞത്? വല്ലാഹി ലാ നഖൂലു ലക കമാ ഖാല ബനൂ ഇസ്രായീല ലിമൂസാ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹുനാ ഖാഇദൂൻ. നിങ്ങളും നിങ്ങളെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എന്നാണ് മൂസാ നബിയോട് സമുദായം പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ പറയൂല. വലാകിൻ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ മുഖാതിലൂൻ. തങ്ങൾ സംഘട്ടനം പറയാണോ? ഞങ്ങൾ ഈ പാലം, ഈ ബഹർ മുറിച്ച് കടക്കണം എന്ന് പറയാണോ? ഈ കത്തിയാളുന്ന ജബൽ മുറിച്ചപ്പുറത്ത് കടക്കണമെന്നാണോ തങ്ങൾ പറയുന്നത്? വി ആർ ആൾസോ റെഡി, എല്ലാത്തിനും ഞങ്ങൾ തയ്യാറാണ് നബിയെ, തങ്ങളൊന്ന് പറഞ്ഞാൽ മതി എന്നാണ് അൻസാറുകളുടെ സദല്ലാത്ത സപ്പോർട്ട്. മുത്തുനബിക്ക് സന്തോഷമായി. ഈ യാത്രാ സംഘത്തെ ചെറുക്കാനാണ് അല്ലാഹുവിന്റെ ഹബീബും സംഘവും ഇറങ്ങുന്നത്. ഈ ഇടയിൽ അബൂ സുഫിയാന്റെ നീക്കുപോക്ക് കാണാൻ ഇന്ന് സാറ്റലൈറ്റ് വഴികൾ എന്തെങ്കിലും സൗകര്യങ്ങളുണ്ടോ? ആരെങ്കിലും ഫോൺ വിളിക്കാൻ സൗകര്യമുണ്ടോ? എവിടെ എത്തിയെന്നറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എങ്ങനെ തടയാനാണ്? അബൂ സുഫിയാൻ വലിയ തന്ത്രശാലിയാണ്. അബൂ സുഫിയാൻ വലിയ തന്ത്രശാലിയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പലരെയും യാത്രക്ക് പറഞ്ഞേക്കുന്നുണ്ട്. അഥവാ അബൂ സുഫിയാനും സംഘത്തിന്റെയും നീക്കുപോക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാന്റെ റസൂല് രണ്ടാളെ വീതം പറഞ്ഞേക്കുന്നു. എവിടെയെങ്കിലും വല്ല വിവരവും കിട്ടുമോ എന്ന് പറയാനാണ്. എവിടെ എത്തി എന്നുള്ള വല്ല ഓർമ്മ വല്ല വിവരവും കിട്ടുമോ എന്ന് അന്വേഷിക്കാനാണ്. ഞാൻ വേഗത്തിൽ ഓടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അതാ സന്ദർശിച്ച് ഒരുപാട് പരിധി ഒരു വിവരവും കിട്ടാനില്ല. അവസാനം രണ്ട് സ്ത്രീകൾ വർത്തമാനം പറയുന്നത് രണ്ട് സ്വഹാബികൾ കേൾക്കുന്നു. എന്താണ് സംസാരം? നാളെ ഇവിടെ ഒരു കച്ചവട സംഘം വരും, തമ്മിൽ ഭയങ്കര തർക്കമാണ്. ഒരാൾക്ക് കൊടുക്കാനുള്ള കാശ് ചോദിക്കുകയാണ്. എന്താ നീ തരാത്തത്? കുറെ ദിവസമായല്ലോ നീട്ടിവെക്കുന്നത്. ഞാൻ നാളെ തരാം. എന്താ നീ നാളെ തരാന്ന് പറയാൻ കാരണം, നാളെ ഇവിടെ ഒരു കച്ചവട സംഘം വരും. ആ കച്ചവട സംഘത്തിന് ഞാൻ ഇവിടെ ബിസിനസ് നടത്തും. അവർ യാത്രക്കാരാണ്. യാത്രക്കാർക്കുള്ള കച്ചവടം ഞാൻ നടത്തും. അപ്പോ എനിക്ക് ലാഭം കിട്ടും. അപ്പോൾ നിന്റെ കാശ് തിരിച്ചു തരാം. സുബ്ഹാനല്ലാഹ്, ഈ രണ്ട് വർത്തമാനമാണ് സ്വഹാബത്ത് കേൾക്കുന്നത്. അവർ ഉടനെ തന്നെ തിരിച്ചോടി. ഈ ഓട്ടം
ആ സ്ത്രീകൾ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിവരം പറഞ്ഞു. അതേപോലെ തന്നെ തന്ത്രശാലിയായ അബൂ സുഫിയാൻ ഈ നീക്കുപോക്ക് മുഹമ്മദിന്റെ അനുയായികൾ വരും, നോക്കും, ഞങ്ങളെ പിടിക്കാൻ വരും, അവരെ സമ്പത്ത് കൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ പുറപ്പെട്ടിട്ടുള്ളത്, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അവർ പുറപ്പെടുമെന്ന് മനസ്സിലാക്കി തന്നെ അബൂ സുഫിയാന്റെ ആളുകളും അവിടെ വരുന്നുണ്ട്. എവിടെയെങ്കിലും മുഹമ്മദിന്റെ അനുയായികളുടെ അടയാളമുണ്ടോ എന്ന് നോക്കാനാണ്. അവരിങ്ങനെ വന്ന് നോക്കുമ്പോൾ അവരും കാണുന്നു ഈ രണ്ട് സ്ത്രീകളെ. അവരോട് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല, ഞങ്ങൾ പ്രത്യേകമായി ആരെയും കണ്ടില്ല. ഇല്ല, ആരും കണ്ടില്ലേ? കണ്ടു, രണ്ടാൾക്കാർ ഇവിടെ ഇങ്ങനെ വന്ന് പെട്ടെന്ന് ഇങ്ങനെ പോണത് കണ്ടിരുന്നു. ഏത് ഭാഗത്തേക്കാണ് പോയത്? ഇതാ ഈ റൂട്ടിലാണ് പോയത്. അവര് പരിശോധിക്കുന്ന സമയത്ത് അവിടെ ഒട്ടകത്തിന്റെ കാഷ്ടം കാണുന്നു. ആ ഒട്ടകത്തിന്റെ കാഷ്ടം അവര് പരിശോധിക്കുന്നു. ഇത് മദീനത്തെ ഒട്ടകത്തിന്റെ കാഷ്ടമാണെന്ന് അവര് തിരിച്ചറിയുന്നു. ഒട്ടകത്തിന്റെ കാഷ്ടം നോക്കിയിട്ട് വരെ അത് പഠനം നടത്തിയിട്ട് ഇത് ഒട്ടകം മദീനത്തെ ഭക്ഷണം കഴിച്ച ഒട്ടകമാണ്, അതിന്റെ കാഷ്ടമാണ് ഇത്, അതുകൊണ്ട് ഇത് സ്വഹാബത്തിന്റെ അടയാളം തന്നെയാണ്. ഇവിടെ അവര് വന്നിട്ടുണ്ട്, ഇതിലൂടെ സഞ്ചരിച്ചാൽ അപകടമാണെന്ന് കരുതിയിട്ട് അബൂ സുഫിയാനും സംഘവും അതാ കടൽ മാർഗം യാത്ര തിരിക്കുന്നു. അവൻ കടൽ മാർഗം അവരെ വളരെ തന്ത്രത്തോടുകൂടെ അവിടുന്ന് കണ്ണുവെട്ടിച്ച് വേറൊരു റൂട്ട് പിടിച്ചിട്ട് യാത്രയാകുകയാണ്. മാത്രമല്ല അവൻ മക്കയിലേക്ക് വിവരം കൊടുക്കുന്നു. നാക്കത്തേറി നടക്കുന്നേ ഉമ്മുൽ ഖുറാവിൽ അണയുമോണ്ട് ദിനം മുന്നേ. ഉള്ളരിടയിലും നാക്കത്തേറി നടക്കുന്നേ ഉമ്മുൽ ഖുറാവിൽ അണയും മോണ്ട് ദിനം മുന്നേ. തെളിവർ നബിക്കമ്മ തായത്തിക ഉമ്മതാൻ തേരി തൂയിൽ തന്നിൽ കണ്ടാളേ ഗമനാമതാം. ലംലം എന്ന ചെങ്ങായിനെ വിളിച്ചിട്ട് അബൂ സുഫിയാൻ പറയാണ്, പെട്ടെന്ന് പോ, മക്കത്തേക്ക് ഓടിയിട്ട് പോയിട്ട് പറയും മുഹമ്മദും സംഘവും ഞങ്ങളെ പിടിക്കാൻ വന്നിട്ടുണ്ട്. 50,000 പൊന്നാൻ, 600 ഒട്ടകങ്ങളാണ്. എത്ര വലിയ സമ്പത്തായി ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഡോളർ കണക്കിന്, സുബ്ഹാനല്ലാഹ്, കോടിക്കണക്കിന് രൂപന്റെ മുതലായിട്ടാണ് വരുന്നത്. ഇതെല്ലാം നഷ്ടപ്പെട്ട അധ്വാനൊക്കെ വെറുതാകും. ഓല സമ്പത്താണ് നമ്മൾ പിടിച്ചു വെച്ചിട്ട് കച്ചവടം നടത്തിയതാണ്. അവര് ഇറങ്ങി തിരിച്ചാൽ രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് പെട്ടെന്ന് പോയി പറയണം, ഉളരിടയിലും നാക്കത്തേറി നടക്കുന്നേ ഉമ്മുൽ ഖുറാവിൽ അണയും മൂണ്ട് ദിനം മുന്നേ. നാക്കത്തിന്റെ പുറത്ത് കയറിയിട്ട് അടിച്ചിട്ട് പോയിട്ട് പറയാണ്, വിവരം പറയാണ്. സുബ്ഹാനല്ലാഹ്, മക്കയിൽ വേറെയും ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു. ആതിഖ ബീവി റളിയല്ലാഹു അൻഹാ, അബ്ദുൽ മുത്തലിബ് എന്നവരെ മകളാണ്. അവര് സ്വപ്നം കാണുന്നുണ്ട്, എന്തോ ഒരു ദുസ്വപ്നം. അഥവാ ഈ മക്കക്കാർക്ക് വരുന്ന വലിയൊരു വിപത്തിനെ കുറിച്ച് സ്വപ്നം കാണുന്നു. ഒരാൾ ഓടി വന്നിട്ട് മലയുടെ മുകളിൽ കയറിയിട്ട് വിളിച്ചു പറയുന്നുണ്ട്, മക്കക്കാരെ നിങ്ങൾക്ക് നാശമാണെന്ന് വിളിച്ചു പറയുന്നത് ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്നു. അവിടുന്ന് ഒരു പാറക്കല്ല് പൊട്ടിച്ചുരുട്ടി വിടുന്നു. ആ പാറക്കല്ലിന്റെ കഷ്ണങ്ങൾ മുഴുവനും എല്ലാരെ വീട്ടിനെയും തരിപ്പണമാക്കുന്നു. ആതിഖ ബീവി പറയുന്നത്, എന്തോ ഒരു അപകടം വരാനുണ്ട്. ഇത് അബൂ ലഹബിന് വിവരം കിട്ടിയിട്ടുണ്ട്. എല്ലാവരോടും ഈ സ്വപ്ന കഥ പറഞ്ഞിട്ടുണ്ട്. അബൂ ലംലം വന്നിട്ട് വിവരം പറയുന്നു. അതേ സ്വപ്നം കണ്ട് പിറ്റേന്ന് ലംലമും വരുന്നു. ഇങ്ങനെ അബൂ സുഫിയാനും സംഘത്തെയും പിടിക്കാൻ മുഹമ്മദും കൂട്ടരും ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാകാനാണ് ഓർഡർ. അബൂജഹൽ കേൾക്കേണ്ട താമസം ഒരുങ്ങിപ്പോയി. മുഹമ്മദിനെതിരെ തിരിയാൻ, ഒന്ന് ആക്രമിക്കാൻ കുറെ ദിവസമായി ഒന്ന് കാത്തു നിൽക്കുന്നു. ഇത് തന്നെ സമയം, ഒന്ന് ഇറങ്ങുക തന്നെ. അവനിറങ്ങി ഒരുങ്ങി എല്ലാവരെയും സജ്ജമാക്കി, എല്ലാവരെയും വിളിച്ചുകൂട്ടി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ തിരിയാൻ എല്ലാ സജ്ജീകരണങ്ങളോടുകൂടെയും അതേ അബൂജഹൽ ഇറങ്ങുന്നു.
പുറപേട്ട ബുജാഹിലുടനുടൻ പുറപേട്ട ബുജാഹിലുടൻ കിബർ പൊങ്കിയെളുന്ത് ലിബാസ് ചമൈന്ത് പുതുമാ ഹസബിട്ടകൽ ബേത്ത ഹരീറുമുടുത്തിടവേ മിക മികവായ പെട്ടുകളാൽ ഉള്ളം മേൽമ ചട്ടകളും അരനാട ചൊട്ടികളും പല പണി പുതുവായെടുത്തൊരു ഹാത്തം വിരൽക്ക് പടിത്തിടലായി പുറപ്പെട്ട മുജാഹിലുടൻ ഉടനെ തന്നെ ചങ്ങായി വലിയ കിബറോടുകൂടെ തന്നെ എളുന്തി ലിബാസ് ചമയന്ത് വലിയ മുന്തിയ വസ്ത്രങ്ങളൊക്കെ ഉടുത്ത് പുതുമാ ഹസബിട്ട് നല്ല കസവ് വസ്ത്രം ഐശ്വര്യപ്പെടുത്തുന്ന കസവിന്റെ വസ്ത്രമൊക്കെ ധരിച്ച് സുബ്ഹാനല്ലാഹ് ബൈത്ത ഹരീറും ഉടുത്തിടവേ പട്ടിന്റെ വസ്ത്രവും കല്ല് വെച്ച നല്ല പട്ടിന്റെ വസ്ത്രം മികമികവായ പെട്ടുകളാൽ ഉള്ളം മേൽമ ചട്ടകളും അവന്റെ മേൽപ്പട്ടക്കയണിഞ്ഞ് അരനാട ചൊട്ടികളും പട്ടും സ്വർണവൊക്കെ കലർത്തിയിട്ടുള്ള കരയുള്ള വസ്ത്രമാണ് ചൊട്ടികൾ എന്ന് പറയുന്നത്. അതെല്ലാം അതുപോലെ ധരിച്ച് അരയുടുപ്പൊക്കെ ഉടുത്ത് പല പണി പുതുവായെടുത്തൊരു ഹാത്തമ്പി രൽക്ക് പടിത്തിടലായി പല കൊത്തുപണികളും എടുത്ത നല്ല മോതിരങ്ങളൊക്കെ ധരിച്ച് പടയങ്കി ധരിച്ച് നല്ല രാജാവിനെ പോലെ കിരീടമണിഞ്ഞിട്ട് എല്ലാവരെയും ഒരുക്കി തയ്യാറാക്കി. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, എങ്ങനെയുണ്ട് എന്നെ കണ്ടാല്? കാണാൻ തന്നെ എന്തൊരു വലിയ ജാഗലാണ് സാധനം എന്നറിയോ? നമ്മള് നാലാളെ പവർ കാണാൻ തന്നെ തടിമലുണ്ടാവും. നാലാളെന്ന് പറഞ്ഞാൽ പോരാ, എന്തൊരു മനുഷ്യനാണ്. അതുകൊണ്ടല്ലേ മുത്തുനബി ദുആ ചെയ്തതും ഏതെങ്കിലും ഒന്നിനെ അങ്ങോട്ട് കൊണ്ടുറബേ, ഇതിനെ ഒന്നിനെ കിട്ടിയാൽ മതി. അജാതി പോത്ത് നമ്മളെന്തായാലും നല്ല ജാതിനെ തെരഞ്ഞെടുക്കല് ഈ ഉളുഹിയത്തിന്. അങ്ങനത്തെ സാധനം ഒട്ടകത്തിന്റെ തോലിങ്ങനെ അറുത്ത് വെച്ച് നടുവില് നിർത്തിയിട്ട് വലിച്ചോലടാ 4 ഭാഗത്തൊന്നും ഞാൻ വീകൂലെന്ന് ഓൻ പറയാം. 4 ഭാഗത്തൊന്നും വലിച്ചോ, ഞാൻ ഇവിടുന്ന് വീകൂല. ഒട്ടകത്തിന്റെ തോല് അറുത്ത് എങ്ങനെ ഉണ്ടാകും? ആ ഒരു മിനിസല്ല ഉണ്ടാവുക മലത്തി വെച്ചാൽ. 4 ആള് വലിച്ച തോല് കീറി പോരാ, തോലിങ്ങനെ പിന്നി പോരാന്നല്ലാതെ കാലനങ്ങൂല വെച്ചോടുത്തുന്നു. അങ്ങനത്തെ മല്ലൻ ആണ്ട് ഒരുങ്ങിക്ക കിട്ടിയ ചാൻസ്. ഞങ്ങൾ പോകും, ഞങ്ങൾ കുതിക്കും, ഞങ്ങൾ വെള്ളടിക്കും, ഞങ്ങൾ ചെണ്ടമുട്ടും, പെണ്ണുങ്ങളെ കൊണ്ട് നൃത്തമാടും, ബദർ വരെ ഞങ്ങൾ കളിസാട്ടന്നെ. എന്നിട്ടോ അവിടെ ചെന്നിട്ട് മുഹമ്മദിനെയും സംഘത്തെയും ഞങ്ങൾ എതിർക്കും, കൊല ചെയ്യും. ഇതോടെ തീരുമാനാക്കും. ലോക പോലീസ് ആരാണ് ഞങ്ങൾ കാണിച്ചു കൊടുക്കും ഈ ഉമ്മത്തിന്റെ മുമ്പിൽ. ആരാണ് മക്കക്കാരായ കുഫാർ എന്ന് അവരൊന്ന് കാണട്ടെ. എന്നിട്ട് സുബ്ഹാനല്ലാഹ് അവര് പറയാണ്, ഈരെന്ത് നെടിൽകളെ അറുക്കയും അത് ഭുജിക്കയും ഹംറ് കുടിക്കയും ഇടര ഭജതാശ അടിക്കയും ദഫ് മണിക്കയും ചുള വിളിക്കയും. ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് നെടിൽകളെ അറുക്കും, അഥവാ ഒട്ടകത്തെ ഞങ്ങൾ അറുത്തത്ത് തിന്നും. നെടിൽകൾ എന്ന് പറഞ്ഞ ഒട്ടകം, അത് ഭുജിക്കും, ഹംറ് കുടിക്കും, കള്ള കുടിച്ച് തിന്ന് ഒട്ടകം തിന്നിട്ട് നടക്കും ഞങ്ങള്. ഇടര ഭജ താശ ഇതൊക്കെ ഓരോ ചെണ്ടന്റെ പേരാണ്. ഇതൊക്കെ ഞങ്ങൾ മുട്ടിയിട്ട് തുള്ളി ചാടി അർമാദിച്ച് നടക്കും. ഇതാ ഞങ്ങളെ ലക്ഷ്യം. എല്ലാരും വിളിച്ചുകൂട്ടി മക്കത്തെ കഅബാലയത്തിന്റെ മുമ്പിലൊക്കെ ചെന്നിട്ട് ബിംബങ്ങൾ 100-300 ഉണ്ട്. എന്നിട്ട് വിളിച്ച് ദുആ ചെയ്യുന്ന, പഠിച്ചവനെ ഈ കഅബന്റെ ഉടമ അല്ലാഹ് പറയാണ്, ഈ കഅബന്റെ ഉടമസ്ഥനെ ഞങ്ങൾ ഇതാ പോവാണ്, ഹക്കായതാണ് അത് വിജയിപ്പിക്കണേ. എന്താ ദുആ? ദ്വാരക്കാണ് ഹക്കിനെ വിജയിപ്പിക്കണം. ഇവിടെ കുറെ കാലായിട്ടുകൾ ഇങ്ങനെ അടങ്ങാറാക്കണം. ഹക്കിനെ വിജയിപ്പിക്കണം. ഓലെ വിചാരം അങ്ങനെ തന്നെയാണല്ലോ, സ്വന്തം നമ്മൾ തന്നെ ശരി എന്നാണല്ലോ ഉണ്ടാവുക. ഹക്കിനെ വിജയിപ്പിക്കണേ, ഞങ്ങളെ പരാജയപ്പെടുത്തരുതേ എന്ന്. എന്നാല് ഓൽക്കൊരു സ്വഭാവമുണ്ട്. ഏത് യാത്രക്കിറങ്ങുമ്പോഴും ഒന്ന് കണക്ക് നോക്കുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. കണക്ക് നോക്കുക എന്ന് പറയും. ആ കണക്ക് നോക്കും ചില ആൾക്കാർ. നോക്കി ആ കണക്ക് നോക്കിയപ്പോൾ ഓൽക്ക് കിട്ടിയത് ഒരു ദുശകുനായിക്കൊണ്ടാ. അങ്ങനെ കണക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചക്രം ഇങ്ങനെ കറക്കല. ആ കറക്കുന്ന സമയത്ത് ഒരു അമ്പ് കുത്തും. ആ കുത്തുന്ന സമയത്ത് ഇഫ് അൽ എന്നാണോ ലാ തഫ് അൽ എന്നാണോ കുത്തിയത് നോക്കും.
ഇഫ്അൽമലാണെങ്കിൽ ഓക്കെ ഇറങ്ങിക്കോ എന്നും, ലാ തഫ്അൽമലാണെങ്കിൽ പോകണ്ട എന്നുമാണ്. ഇങ്ങനെ ഒരു എന്താ ട്രോസിറുന്ന പരിപാടി ചുരുക്കി പറഞ്ഞാൽ. ഇത് നോക്കിയപ്പോഴൊക്കെ ഓൾക്ക് നല്ല വിവരമല്ല കിട്ടുന്നത്, പോകണ്ട എന്ന. ഉമയ്യത്തിന് അങ്ങനെ കിട്ടിയത്. അബൂലഹബ് ആണെങ്കിൽ നേരെ ആത്തിക്ക ബീവിന്റെ സ്വപ്നം കണ്ടിട്ട് അതും ഒരു ബേജാറിലാണ്. രണ്ടാളും ഇല്ല എന്ന് പറഞ്ഞ് തൽക്കാലം ഞങ്ങൾ പോയിക്കോളി. അബൂലഹബിന്റെ വാക്കിനൊന്നും ചെവി കൊള്ളാതെ അബൂജഹലിന്റെ വാക്കിനൊന്നും ചെവി കൊള്ളാതെ അബൂലഹബ് അതിൽ നിന്ന് പിന്തിരിയാണ്. ഞാനില്ല, തൽക്കാലം നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞേക്കാണ്. സുബ്ഹാനല്ലാഹ്, അബൂലഹബ ഇല്ലാന്ന് കേട്ടപ്പോ അബൂജഹൽ ഉണ്ടായൊരു ദേഷ്യം, എത്ര വലിയ ദേഷ്യം എന്നറിയോ. എന്നിട്ട് അവിടത്തേക്ക് പായും തൽക്കണിയും കൊടുത്തേച്ച് കുന്തിരിക്കും പോകിച്ചിട്ട് കിടന്ന പെണ്ണുങ്ങളെയും കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് പറയാൻ, ഇത് അപായം തൽക്കണിന്റെ അവിടെ പെരെ കിടന്നു തുടങ്ങിയപ്പോ ഞങ്ങൾ പോവാ, ആൺകുട്ടികളാവനടാ എന്നൊക്കെ പറഞ്ഞു. ഒന്നുമില്ലെങ്കിൽ വരണം, അല്ലെങ്കിൽ ആരെങ്കിലും പകരത്തിന് വിടണം. അവസാന വാക്ക്. അങ്ങനെ അബൂലഹബ് തനിക്ക് 4000 വെള്ളി തരാനുള്ള ഒരാളുണ്ടായിരുന്നു, പേര് ആസിം ഇബ്നു ഹിഷാം. അയാളോട് പറഞ്ഞു, തൽക്കാലം എന്റെ പകരം പോവുകയാണെങ്കിൽ ഈ വെള്ളി എനിക്ക് തിരിച്ചു തരണ്ട, എനിക്ക് തരാനുള്ള പൈസ നീ തരണ്ട, നീ യുദ്ധത്തിന് പോയാൽ മതി, ഞാനില്ല എന്നും പറഞ്ഞ് ആസിമിനെ പറഞ്ഞയച്ചു. പകരം വെള്ളി വേണ്ട എന്നും പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഉമയ്യത്തിന്റെ കഥ. ഉമയ്യത്തിനോട് എന്തായാലും വരണം എന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയിട്ട് ചൂട് പിടിച്ച് കിടക്കാൻ തീപന്തം കൊടുത്തയച്ച്, ഇത് പിടിച്ചിട്ട് കിടന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു, ആൺകുട്ടിയാണെങ്കിൽ യുദ്ധത്തിന് പാടാ ഞങ്ങളെ കൂടെ എന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോവാൻ. എത്ര ആളാ വരുന്നത്? 1000 ചില്ലാൻ ആളുകൾ. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ ഹബീബിനെ എതിർക്കാൻ ആ അബൂജഹലും കൂട്ടരും തുടരെ മദ്ദളവും മുരശടും അറുവ ഒറ്റകളും ബജയോട് തുടികൾ ദഫുകളും കഴിമണി ധ്വനികൾ താശികളാൽ കൊടുമ ഫുലക്കൾ പൂള ചൂളകൾ കൊമ്പ് ചനക്കുകളാൽ തകൃതികൾ കോള് താളമേ ഓടിച്ചാടിയും സ്വഫ്നിപ്പുകളാൽ മദ്ദളം മുട്ടിയിട്ട് കള്ളു കുടിച്ചിട്ട് ആർമാദിച്ചിട്ട് സംഘം മുഴുവനും ഇറങ്ങി തിരിച്ചുപോയി. ബദറാണ് ലക്ഷ്യം, മുഹമ്മദിന്റെ തലയാണ് ലക്ഷ്യം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളെ ഇതുപോലെ ഇതോടുകൂടെ വകവരുത്തണമെന്നുള്ള ചിന്തയോടുകൂടെയാണ് അബൂജഹൽ ഇറങ്ങുന്നു, സംഘവും ഇറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം 10 ഒട്ടകത്തെ അറുത്ത് തിന്നുന്നു, മറ്റൊരു ദിവസം 9 ഒട്ടകത്തെ തിന്നുന്നു. ഇങ്ങനെ ദിവസങ്ങളോളം, ഒരു ദിവസം 10 ഒട്ടകം, മറ്റൊരു ദിവസം 9 ഒട്ടകം, ഇങ്ങനെ ദിവസങ്ങളോളം ഒട്ടകത്തെ തിന്നാണ്. ഒരു ഒട്ടകത്തെ എത്ര ആൾക്ക് തിന്നാൻ കഴിയും മുഅ്മിനീങ്ങളെ? അല്ലാഹ്, അവർ ഒട്ടകത്തിലേക്കാണല്ലോ ഖുബ്സ് കൂട്ടല്. നമ്മൾ ചോറുക്കാണ് ഇറച്ചി കൂട്ടല്, അവർ ഇറച്ചിക്കാണ് ചോറ്, അവര് ഇറച്ചിക്കാണ് റൊട്ടി കൂട്ടല്. അറബികളെ തീറ്റ അങ്ങനെയല്ലേ? 10 ഒട്ടകം തിന്നണമെങ്കിൽ അവർ എത്ര ആളുകളുണ്ട്? 10 ഒട്ടകം, ഒരു ഒട്ടകം 100 ആക്കിയേ തിന്നാൻ പറ്റൂ. 100 ആള് വെച്ച് കൂട്ടാണെങ്കിൽ തന്നെ ഈ ഒരു എണ്ണം മുത്തുനബിക്ക് കിട്ടിയപ്പോഴാണ് അവരുടെ എണ്ണം എത്രയുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്തത്. പോകട്ടെ, ടെന്റുകൾ കെട്ടിയിട്ട് അവിടെ താമസിച്ചിട്ട് തുള്ളിച്ചാടി കള്ളു കുടിച്ച് നഗ്ന നൃത്തങ്ങൾ നടത്തിയിട്ട് പെണ്ണുങ്ങളെ കൊണ്ട് മുന്നിലേക്ക് നൃത്തം ആടിച്ചിട്ട് വല്ലാതെ ഉല്ലാസത്തോടുകൂടെയാണ് ബദറിലേക്ക് പോകുന്നത്. പലയിടത്തുമാണ് ടെന്റ് കെട്ടി താമസിക്കുന്നത്. അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പുറത്ത് പട്ടിണിയാണ്, പരിശുദ്ധ റമദാനിലാണ്. നോമ്പുകാരായ സ്വഹാബത്താ മദീനത്തുനിന്ന് ബദറിലേക്ക് 150 കിലോമീറ്റർ നടക്കാണ്. അത് സഞ്ചരിക്കാൻ ആളെണ്ണത്തിൽ ഒട്ടകമില്ല. വെറും 70 ഒട്ടകങ്ങളും 5 കുതിരയുമാണുള്ളത്. ആളെണ്ണം 313 എങ്ങനെയാണ് 1/3 പോലും ഇല്ല വാഹനങ്ങള്? എങ്ങനെയാ അവര് സഞ്ചരിക്കുന്നത്? അല്പനേരം കുറച്ചാള് സഞ്ചരിക്കും, അവര് അതെ നടക്കുന്ന ആള് ക്ഷീണിക്കുമ്പോ മറ്റാളെ കയറ്റും. ഇങ്ങനെ മാറി 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 ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കയറിയിട്ടാണ് വിശക്കുന്ന ഒട്ടിയ വയറുമായി സ്വഹാബത്ത് ഇറങ്ങിയത്. മുഅ്മിനേ, ഇന്നലത്തെ രാത്രി ബദറിലെത്തിയിട്ടുണ്ടേ. ഇന്ന് അടർക്കളം നടക്കുന്ന ദിവസമാണ്. അവര് വിശന്നൊട്ടിയ വയറ്, കയ്യിൽ തോക്കില്ല, വടിയില്ല, വാളില്ല, വളരെ എണ്ണമറ്റ വാളുകൾ മാത്രമാണ് അവരെ കൈകളിലുള്ളത്. അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ധൈര്യം കൊടുക്കുകയാണ്. 8 വാള അവരെ കയ്യിലുള്ളത്, 9 കുന്തം മാത്രമാണുള്ളത്, 9 പടയങ്കിയ അവരെ ശരീരത്തിലുള്ളത്.
ആകെ 313 ആൾക്കുള്ളത് 9 വാള്, 9 കുന്തം, 9 പട, 8 വാള്, 9 കുന്തം, 9 പടിയങ്കികള്. സുബ്ഹാനല്ലാഹ്, എങ്ങനെ എതിർക്കാനാണ്? ഇവര് യുദ്ധത്തിനിറങ്ങിയതല്ലല്ലോ. അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ചെറു സംഘത്തെ, യാത്രാ സംഘത്തെ, കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ അലൈഹിസ്സലാം എന്ന് പറയുന്നു, നബിയേ, കാര്യം കൈവിട്ടിട്ടുണ്ട്, കേസ് മാറിയിട്ടുണ്ട്, അവരിറങ്ങി തിരിച്ചിട്ടുണ്ട്. അബൂജഹലിന്റെ സംഘമായിട്ട് വലിയൊരു സംഘം കടന്നു വരുന്നുണ്ട്. സ്വഹാബത്തിനോട് പറയുന്നു, അവര് തയ്യാറാകുന്നു വലിയ സംഘത്തെ നേരിടാൻ. ഈമാനിക കരുത്തോടെ സ്വഹാബത്ത് ഇറങ്ങുന്നു. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർക്കൊടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ടേ. അബിയത് വർണ്ണമതാം പിൻരണ്ടും അസ്വദുമാമേ. സദത കുടൈ കോൾ പൊങ്കും തിരുകരമാലുണ്ടാമ തദിന നബി തൻ തോളർ മിസ്വഅബിനീന്ദാർ. അവരത് തന്നെ പിടിച്ചെയ്താറ്റൽ മുമ്പിലെ നിലയാകെ. മഹാനായ മോയിൻകുട്ടി വൈദ്യരുടെ വരികൾ എത്ര സുന്ദരം! അള്ളാന്റെ ഹബീബിനെ വർണ്ണിക്കുകയാണ്, മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ച് പറയാണ്. മുഅ്മിനീങ്ങളെ, അല്പനേരം കൂടി ഈമാനുള്ള മഹാന്മാരെ പറയാ. നമ്മളെ ദോഷം പൊറുക്കാൻ സബബാ ഇന്നത്തെ ഒരു ദിവസം അള്ളാന്റെ ദീനിന് വേണ്ടി മുഴുവൻ കൊടുത്ത സ്വഹാബത്തിനെ കുറിച്ച് കേൾക്കാനാണ്. അല്പനേരം അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. ബദറുൽ ഹുദാ യാസീൻ അള്ളാന്റെ ഹബീബിനെ വിശേഷിപ്പിക്കുകയാണ്. അന്നബി ഖറജ നേരം അവര് പുറപ്പെട്ടു. വളർക്കൊടി മൂണ്ടെണ്ണം, 3 കൊടികളാണ് കയ്യിൽ പിടിച്ചിട്ടുള്ളത്. അതിലുണ്ട് അബിയത്, അതിലൊന്ന് വെള്ളക്കൊടിയാണ്. വർണ്ണമതാം പിൻ-രണ്ടും അസ്വദും, പിന്നെ 2 കൊടിയുള്ളത് കറുത്ത കൊടിയാണ്. സദത കുടൈ കോൾ പൊങ്കും തിരുകരമാലുണ്ടാമ തദിന നബി തൻ തോളർ മിസ്വഅബിനീന്ദാർ. എന്താ ഒരു വാക്കാണ് നോക്കി നിങ്ങള്. സദത കൊടൈ കോൾ പൊങ്കും. സദത കുടൈ കോൾ പൊങ്കും എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന് വേണ്ടി എപ്പോഴും കൈ പൊന്തുന്ന ഒരു കൈ. എല്ലാരും വന്ന് ചോദിച്ചാലും മടക്കാത്ത കൈയിന്റെ ഉടമ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് റസൂലുള്ളാഹ്. നമുക്ക് ഉറക്കം വന്ന് മതിയാ? ഇവിടെ നിർത്തണ? ഇന്നലത്തെ സമയമായിട്ടുണ്ട്, പൂർത്തിയാക്കല്ലേ? അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് തന്റെ കൈകളെ കൊണ്ട് എത്രയാണ് പാവങ്ങളെ സഹായിച്ചത്. ആ ഒരു വിശേഷണമാണ് മോയിൻകുട്ടി വൈദ്യരെടുത്ത് പറയുന്നത്. സദത കുടൈകോൾ പൊങ്കും തിരുകരമാൽ ഒണ്ടാമ. ആ 3 കൊടിയിൽ നിന്ന് ഒന്നെടുത്തിട്ട് കൊടുക്കുന്നു. അത് മിസ്അബ് എന്നവർക്കാണ്. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു ആരാ? വലിയ മഹാനല്ലേ. അല്ലാ, ഈ വലിയ പണക്കാരനായിരുന്നു മിസ്അബ് തങ്ങള്. വലിയ രാജപദവിയിൽ താമസിച്ച ആളാണ്. തന്റെ മിസ്അബിന്റെ വാപ്പാന്റെ അടുക്കൽ ചെന്ന് അബൂജഹൽ പറഞ്ഞു, ഇജ്ജ് വലിയ വർത്തമാനൊന്നും പറയണ്ട, അന്റെ മോൻ തന്നെ മുഹമ്മദിന്റെ കൂട്ടത്തിലല്ലേ. ഇത് കേട്ടിട്ട് ശുണ്ഠിയോടെ വീട്ടിൽ ചെന്നിട്ട് മിസ്അബ് തങ്ങളോട് ഇറങ്ങി പോകാൻ പറയാണ്. അല്ലെങ്കിൽ മുഹമ്മദിനെ ഇട്ടേച്ച് വീട്ടിൽ നിൽക്കണോ, അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കാൻ പറ്റൂല. മിസ്അബ് തങ്ങൾ പറഞ്ഞു, വേണ്ട, എനിക്ക് നിങ്ങളെ സമ്പത്ത് വേണ്ട, കുടുംബം വേണ്ട, എന്റെ നേതാവിനെ ഞാൻ സ്വീകരിച്ചു പോയി, സത്യമേതെന്ന് ഞാൻ മനസ്സിലാക്കി പോയി. അല്ലാ, വീട് വിട്ടിറങ്ങുമ്പോ മുസ്അബിനോട് വാപ്പ പറഞ്ഞു, വാപ്പ മോനെ മുസ്അബേ, അങ്ങനെ കുളൂസിൽ പോകല്ലേ, ഉടുത്ത വസ്ത്രം ആരുടേതാ? വാപ്പന്റെ സമ്പത്താണ്, അഴിച്ചു വെച്ചിട്ട് പോടോ. അതേ ഉടുത്ത വസ്ത്രവും ഊരിയെറിഞ്ഞിട്ട് ഒരു കരിമ്പടം പുതച്ചിട്ട് ഇറങ്ങുന്നു.
ഇന്നലെ വരെ തെരുവിലൂടെ നല്ല വിലപിടിപ്പുള്ള വസ്ത്രം അണിഞ്ഞ് നടന്ന മോനാ, ചുറുചുറുക്കുള്ള മോനാ, അള്ളാന്റെ റസൂലിനോട് സാദൃശ്യമുള്ള മോനാ, ഏത് പെണ്ണുങ്ങളും കണ്ടാൽ നോക്കി പോകുന്ന ഭംഗിയാണ്. ഈ മുസ്അബ് തങ്ങളാണ് ഇന്ന് ഉടുത്ത വസ്ത്രം ഊരിയെറിഞ്ഞിട്ട് കരിമ്പുടം പുതച്ചിട്ടിറങ്ങുന്നത്. അഴിച്ചു വസ്ത്രം ബദനിൽ നിന്ന് പിതാവിൻ മുഖത്തെറിഞ്ഞു, അഹദവനെ വിളിച്ചു കൽബ് കഥനത്താലെ കരഞ്ഞു. സ്വമതവനെ നിനക്ക് വേണ്ടി ധരിച്ച വസ്ത്രം ഇന്നൊഴിച്ചു, സുവനം തന്നിൽ പകരം വസ്ത്രം തരണമേ ഞാൻ കൊതിച്ചു. മുഖമിലിട്ടടുത്തെറിഞ്ഞു താജും മിസ്അബവർഷണമിൽ, മറച്ചിടുവാൻ തെരുമ നാണം ലിബാസതന്റെ മനമിൽ. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, ഇന്നലെ വരെ രാജമോനായിട്ട് രാജാവിന്റെ മോനായി നടന്ന മുസ്അബ് കടന്നു വരുന്നത് കണ്ടപ്പോ ഹബീബായ തങ്ങളെ കണ്ണു നിറഞ്ഞുപോയി. ഇവിടെ കടന്നു വന്നിട്ട് എന്ത് കിട്ടാനാ, ഞാൻ എന്തു കൊടുക്കാനാ? അള്ളാന്റെ ഹബീബ് സ്വർഗം കൊടുത്തു. ചരിത്രം കാണല്ലോ, ഉഹുദിൽ മരവട്ട് ഉഹുദ് യുദ്ധത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് മുസ്അബ് തങ്ങളെ കഫൻ ചെയ്യാൻ ഒരു തുണി വരെ തികയാതെ വന്നില്ലേ. മുഖം മറച്ചാല് കാല് മറയൂല, കാല് മറച്ചാല് മുഖം മറയൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ മുസ്അബ് തങ്ങളെ കാല് മറച്ചത് അവിടെയുള്ള പുല്ലുകൊണ്ടാണെന്ന് ചരിത്രം പറയുന്നു. ഈ മുസ്അബ് തങ്ങൾ ആരാ? പ്രിയപ്പെട്ടവരെ, മുസ്അബ് തങ്ങളുടെ ജീവിതത്തിൽ ചരിത്രമുണ്ട്. അവരെ കയ്യിൽ കൊടി കൊടുക്കാൻ കാരണങ്ങളുണ്ട്. അവരുടെ പാരമ്പര്യമായിട്ട് അവരെ മാതാപിതാക്കളിൽ നിന്ന്, പിതാക്കന്മാരിൽ നിന്ന്, മുത്തുനബിന്റെ മാതാപിതാക്കളായ ഹുസൈൻ എന്നവരുടെ പരമ്പരയിലാണ് ഈ മഹാനായ മുസ്അബ് തങ്ങൾ വരുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു കൊടി പിടിക്കുന്ന സമ്പ്രദായമുണ്ട്. അവരാണ് കൊടി ഇങ്ങനെ കൈമാറ്റം ചെയ്യല്. അത് പരിഗണിക്കുകയാണ് മുത്തുനബി. ഇവിടെ മുസ്അബ് തങ്ങളെ വിളിക്കുന്നു, വെള്ളക്കൊടി അവരെ കയ്യിൽ കൊടുക്കുന്നു. ഹബീബായ തങ്ങൾ മറ്റു രണ്ട് കൈകളെ, മറ്റു രണ്ട് കൊടികളെ അള്ളാന്റെ റസൂല് അത് നൽകുന്നത് ഒന്ന് സഅദ് ഇബ്നു മുആദ് തങ്ങൾക്കാണ്. അവരത് തന്നെ പിടിച്ചെയ്താറ്റൽ മുമ്പില നിലയാകെ ഇദ്മഉഖാബാം സത്തി പുലിയലിയാർ തങ്ങൾക്കും യദലമാം മൂണ്ടാം സഅദ് ഇബ്നു മുആദിൽ അരശരെ ഇതബലവും നീണ്ടാറങ്കവർ ഇരുപേരും. ഉഖാബാം സത്തി എന്ന പേരാണ് മറ്റു കൊടിന്റെ പേര്. ഇതിമേ ഉഖാബാം സത്തി എന്ന കൊടി പുലി അലിയാർ തങ്ങൾക്ക്. അലിയെ ഒന്ന് വന്നേ, ഇതാ പിടിക്കുക, ഈ കൊടി പിടിക്കുക. ഒരു സമരത്തിന് ഇറങ്ങുമ്പോ ഒരു മുദ്രാവാക്യം വിളിച്ച റാലിക്കറുമ്പോ ഒരു കൊടി പിടിക്കണത് ഇന്നും തന്നെ തുടങ്ങിയതല്ല അല്ലേ? പണ്ടേണ്ട് മലായിക്കത്തിന്റെ കഥ പറയുന്നുണ്ട്. മലക്ക് വരുന്ന രംഗൊക്കെ കാണണം. അത് പറയുമ്പോ അല്ലാ ബദറൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ നമുക്കൊന്നും പറയാറില്ലപ്പാ. അതിങ്ങനെ ആ ചരിത്രങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോ നമ്മൾ അവിടെ എത്തിപ്പോകും. നമ്മൾ എന്ത് ചെയ്തത് ഈ ദീനിന് വേണ്ടി എന്ന് തോന്നിപ്പോകും. എന്ത് സഹായ നമ്മളെ കൊണ്ട് ദീനിനുണ്ടായത്? ഒരു മുള്ളുകുത്തിയോ ഈ ദീനിന് വേണ്ടി വേദന സഹിച്ചോ എന്ന് തോന്നിപ്പോകും. ഒരു ചരിത്രം കേൾക്കുമ്പോ ആരാ ബദരീങ്ങള്? അല്ലാ അവരെ പൊരുത്തം കൊണ്ട് ഞങ്ങളെ ദോഷം പുറത്തു തരണേ അല്ലാ. അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഈമാനേറ്റി തരണേ അല്ലാ. അവരെ പറയൽ കാരണം, കേൾക്കൽ കാരണം ഞങ്ങൾക്ക് സ്വർഗത്തിൽ അവരെ കൂടെ സീറ്റ് തരണേ അല്ലാ. അള്ളാന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാരെ വിളിച്ചിട്ട് കൊടുക്കാണ് ഉഖാബാം സത്തി എന്ന കൊടി. മറ്റത് മഹാനായ സഅദ് ഇബ്നു മുആദ് തങ്ങൾക്കാണ്. അവരെയും മൂന്നാളെയും നിർത്തുകയാണ്. അദദ് ദുറൂണ്ടുംബത് ഒരു ഖൗലിൽ ആരണ്ടും അതിൽ മികം ദാതുൽ ഫുളൂൽ അതിനബി പൂണ്ടേ അവരിലെ
അദദ ദുറൂ, അങ്കിയുടെ എണ്ണം അത് 9 ഒരു ഖൗലിൽ 6 എന്നുമുണ്ട്. അതിൽ മികം ദാത്തുൽ ഫുദൂൽ എന്ന നല്ല ഉഷാറുള്ള ഒരു അങ്കിയുണ്ട്. അത് നബി പൂണ്ടേ, അത് മുത്തുനബിക്ക് കൊടുത്തതാണ്, മഹാനായ സ്വഹാബി കൊടുത്തതാണ്. ആ അങ്കിയാണ് റസൂലുള്ളാഹി വഫാത്താകുമ്പോ യഹൂദിയുടെ കയ്യിൽ പണയത്തിന് വെച്ചത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ 9 അങ്കിയാണ് ആകെയുള്ളത്. അടവ സുയൂഫ് 8 8 വാളാണുള്ളത്. 9 കുന്തങ്ങളാണുള്ളത്. മഹദുളിബാൾ പേരുന്നും എളുപതിനാലേ ത്വാഹ, ചമ്മലർ കരമിൽ വേന്തി പിൻഫർ സുകളഞ്ചുണ്ട്. അതിയിലെ മദതുടയോർ തങ്ങൾക്കാം ഇരുവരിതാമേ. ഏതായാലും ഇങ്ങനെ സൈന്യത്തോടുകൂടെ മുത്തുനബി ഇറങ്ങി ബദറിലേക്ക് എത്തുന്നു. ചുരുക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും അതേ റമദാൻ 16 അന്നത്തെ രാത്രി 16 അസ്തമിച്ച രാത്രി 17 രാവിലെ ബദറിലെത്തി. അവിടെ കിടന്നുറങ്ങിപ്പോയി. 150 കിലോമീറ്റർ വയറ് ഒട്ടിയിട്ട് തിന്നാനും കുടിക്കാനും ഇല്ലാതെ നോമ്പ് നോറ്റവരായി വന്നവരല്ലേ, ക്ഷീണം കൊണ്ട് കടന്നുപോയി. ഉറക്കവർക്ക് കിട്ടിപ്പോയി. അത് വലിയൊരു നിഅമത്തായിട്ടാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. സ്വഹാബത്തും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നേരെ മറിച്ച് അപ്പുറത്ത് ശത്രുക്കൾ താവളമടിച്ചിട്ടുണ്ട്. അവരുടെ ഹാല് നമ്മൾ കേൾക്കുന്നുണ്ട്. അവരെ കൂറ്റും ബീപ്പും കേൾക്കുന്നുണ്ട്. ചെണ്ടമുട്ടും താളവും കേൾക്കുന്നുണ്ട്. ഇപ്പുറത്ത് എങ്ങനെയാ ഉറക്കം വരിക? ഒരു യുദ്ധത്തിന് ഇറങ്ങിയിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ എങ്ങനെ ഉറക്കം വരും? അപ്പുറത്ത് ഇങ്ങനത്തെ ശബ്ദം കേൾക്കുമ്പോ എപ്പം വന്ന് എന്തും ചെയ്യല്ലോ, ഉറക്കം വരുമോ? നാളെ ഗൾഫിൽ പോവാണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാരനക്ക് ഉറക്കം വരുമോ? അല്ലേ? മക്കളെ കാര്യം അവിടെ ഇവിടെയൊക്കെ ആലോചിച്ചിട്ട് നേരം വെളുക്കും. എന്നാൽ യുദ്ധത്തിന് വന്നിട്ട് ഇവർ ഉറങ്ങണേ. അള്ളാഹു കൊടുത്ത നിഅമത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ് യുഗശീകുമുൻ നുആസ അമനതം മിൻഹു വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുطهിറകും ബിഹി വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ വലിയർബിത അലാ ഖുലൂബിഹിം വയുസബ്ബിത ബിഹിൽ അഖ്ദാം. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു, ഇദ് യുഗശീകുമുൻ നുആസ അമനതം മിൻഹു, നിർഭയത്വം നൽകിപ്പോയി അല്ലാഹു നിങ്ങൾക്ക് ഉറക്കം തന്നില്ലേ. സ്വഹാബത്ത് മുഴുവനും ക്ഷീണത്തോടെ അങ്ങ് ഉറങ്ങിപ്പോയി. മാത്രമല്ല അവര് തെരഞ്ഞെടുത്ത സ്ഥലം നല്ല വെള്ളമുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. കിണറുള്ള സ്ഥലം തന്നെ നോക്കിയെടുത്തതാണ്. അള്ളാന്റെ ഹബീബിന്റെ സ്വഹാബത്ത് മുഴുവനും ഉറങ്ങി എണീറ്റു. അവർക്ക് എല്ലാവർക്കും സ്വപ്നസ്ഖലനം സംഭവിച്ചു പോയി. ഒട്ടുമിക്ക ആളുകൾക്കും സ്വപ്നസ്ഖലനം സംഭവിച്ചു. കുളിക്കാൻ വെള്ളം തികയാതെ വന്നു. മുത്തുനബിയോട് ചെന്ന് സങ്കടം പറയുന്നു. അള്ളാന്റെ റസൂല് കൈ ഉയർത്തി ദുആ ചെയ്യുന്നു. അതാ പറഞ്ഞല്ല ഖുർആൻ, വയുനസ്സില അലൈക്കും മിനസ് സമാഇ മാ, അല്ലാഹു മഴ തന്നുപോയി. നല്ല ബറക്കത്തായ മഴ കിട്ടിപ്പോയി. എല്ലാവർക്കും നല്ല സന്തോഷം. മഴയും കിട്ടി, നല്ല ഒന്ന് ഉണർവ് കിട്ടി. ഉഷാറായിട്ടാണ് അന്ന് നേരം പുലരുന്നത്. സുബ്ഹാനല്ലാഹ്. കുത്തിയൊലിക്കുന്ന വെള്ളം മുത്തുനബി ഉടനെ തന്നെ പറഞ്ഞു, ഒരു ഹൗദ് കെട്ടിക്കോളൂ, വെള്ളം തയ്യാറാക്കിക്കോളൂ. നല്ല തെളിനീർ വെള്ളം മുഴുവനും റസൂലുള്ളാഹിന്റെ ഭാഗത്ത് വന്നുപോയി. എല്ലാ ചതുപ്പ് നിലവും തെരഞ്ഞെടുത്ത് താമസിച്ച കുഫാറിന്റെ ഭാഗത്തേക്ക് ചെളിവെള്ളം മുഴുവനും ഒഴുകി ഒലിച്ചുപോയി. അവിടെ കുടിവെള്ളം ഇല്ലാതായി പോയി. കൊണ്ടുവന്ന വെള്ളങ്ങളൊക്കെ തീർന്നു. ഇനിയുള്ള വെള്ളമാണെങ്കിൽ ചെളിവെള്ളവുമായി പോയി. വെള്ളം ശുദ്ധമായ വെള്ളമുള്ളത് റസൂലുള്ളാഹിന്റെ ചാരത്തായി പോയി. സ്വഹാബത്ത് ഹൗദ് കെട്ടി പാർത്തു. അവിടെ നല്ല കുടിവെള്ളം സജ്ജമാണ്. യുദ്ധത്തിനൊരുങ്ങാണ്. അതിന്റെ മുന്നേ തന്നെ വെള്ളം തീർന്നപ്പോ അബൂജഹലിന് കലിപ്പ് വന്നിട്ടുണ്ട്. അബൂജഹല് പറഞ്ഞു, വെള്ളം കഴിഞ്ഞല്ലോടാ, മുഹമ്മദിന്റെ അടുത്ത് വെള്ളമുണ്ട്, ആരാ പോയിട്ട് വെള്ളം എടുത്തു കൊണ്ടുവരാ? തന്നെ തുടക്കം. ആരാ മുഹമ്മദിന്റെ അടുക്കുന്ന വെള്ളം കൊണ്ടുവരാ? മുഹമ്മദ് ഇങ്ങനെ വെള്ളം തരും, ഓല വെള്ളല്ലേ? ആരാ അത് വളരെ കഷ്ടത്തോടുകൂടെ പിടിച്ചു കൊണ്ടുവരണം?
സുബ്ഹാനല്ലാഹ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതേ അവിടുന്ന് തയ്യാറാക്കിയ ഹൗദിന്റെ നേരെ ഹക്കീം ഇബ്നു ഹിസാം എന്നാള് വരികയാണ്. അയാളാണ് വെള്ളം കൊണ്ടുവരാന്ന് പറഞ്ഞ് എണീറ്റ് നിന്നാള്. ആദ്യം ആരും എണീറ്റില്ല. ആരാ കൊണ്ടുവരാന്ന് വെച്ചപ്പോ ആരും നീക്കണില്ല. പിന്നെയും ചോദിച്ചപ്പോ ഹക്കീം എണീറ്റ് നിന്നിട്ട് ഞാൻ കൊണ്ടുവരാന്നും പറഞ്ഞിട്ട് ചെല്ലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹക്കീം വരുന്നത് കണ്ടു. റസൂലുള്ള പറഞ്ഞു, ഹക്കീം വെള്ളം എടുക്കാനാ വരുന്നത്, തടയണ്ട, വെള്ളം തടയണ്ട. ആർക്കാ വെള്ളം കൊടുക്കുന്നത്? കൊല ചെയ്യാൻ വന്ന കൊലയാളികൾക്കാണ്. ഹക്കീം പക്ഷേ ഉള്ളില് ഈമാനുള്ള ആളാണ്, പുറത്തങ്ങനെ കാണിക്കുകയാണ്. മറുപക്ഷത്ത് വന്നത് നിർബന്ധം കൊണ്ടാണ്. അത് ബീവി ഖദീജ തങ്ങളുടെ ആങ്ങളയുടെ മോനാണ് ഹക്കീം. അബി തോലിബ് എന്ന മലഞ്ചെരുവിൽ കിടന്നപ്പോ ഒളിച്ചും പാത്തിട്ടും ഭക്ഷണം കൊണ്ടുവന്ന ആളാണ് ഹക്കീം ഇബ്നു ഹിസാം. അതുകൊണ്ട് ഹക്കീമിനെ തടയണ്ട. അന്ന് ചെയ്ത നന്ദിക്ക്, അന്ന് ചെയ്ത സഹായത്തിന് പകരം മുത്തുനബി പറയാണ്, ഹക്കീം വന്നോട്ടെ, വെള്ളമെടുത്തോട്ടെ. വേറെ ആര് വന്നാലും ഇവിടെ വെള്ളമില്ല. അഹങ്കാരത്തോടുകൂടെ വന്നവനിക്ക് ഇവിടെ വെള്ളം കൊടുക്കൂല. ഹക്കീം വന്നു, വെള്ളം എടുത്തു കൊണ്ടുപോയി. ആ ഹൗദിൽ നിന്ന് വെള്ളം കുടിച്ചവർ ധാരാളമുണ്ട്. ആ കൊണ്ടുപോയ വെള്ളം കൊണ്ട് വെള്ളം കുടിച്ചവർ ധാരാളമുണ്ട്. പക്ഷേ വളരെ കിങ്കരനായി അഹങ്കാരത്തോടുകൂടെ വന്നവനുണ്ട് അസ്വദ്. മശരിബ മിൻ ഹൗദിൻ നബി മുഫദ്ദലാ അഹദും മിനൽ കുഫാരി ഇല്ലാ ഖുതിലാ ഇല്ലാ ഹകീമൻ അന്നഹു ലം യുഖ്തലാ ലിഅന്നഹു നസറ النبي മുകമ്മലാ. മാ ശരിബ മിൻ ഹൗദിൻ നബി മുഫദ്ദലാ അഹദുൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിച്ച ഒരാളുമില്ല. ഇല്ലാ ഖുതിലാ, എല്ലാവരും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് കുഫാറിൽ നിന്ന്. ഇല്ലാ ഹകീമൻ, ഹകീം ഒഴികെ. അവൻ എന്തേ? ലിഅന്നഹു നസറ നബിയ, അവൻ മുത്തുനബിയെ സഹായിച്ചവനാ. പിന്നീട് ഇസ്ലാമിലേക്ക് കടക്കാൻ അല്ലാഹു അവസരം കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹിനെ ഹെൽപ്പ് ചെയ്തവരെവിടെയും പരാജയപ്പെട്ടിട്ടില്ല. അതേ സ്വഹാബത്തിന്റെ വള്ളത്തിലേക്ക് രണ്ടാമത് വരുന്നത് അസ്വദാണ്. അവൻ വരുന്നത് അഹങ്കാരത്തോടുകൂടെയാണ്. അവൻ പറയുന്നു, ഞാൻ വെള്ളം കുടിക്കും, ആ ഹൗദ് പൊളിക്കും, ഞാൻ അതിന് കുടിച്ചിട്ടേ തിരിച്ചു വരുവോ, അല്ലാതെ ഞാൻ വരൂല, ആ ഹൗദ് ഞാൻ പൊളിച്ചിടും. ഇങ്ങനെയുള്ള വല്ലാത്ത കിങ്കരന്റെ സ്വഭാവത്തോടുകൂടെയാണ് അസ്വദ് കടന്നു വരുന്നത്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഹംസയോരെ, അസ്വദിന്റെ വരവ് പന്തികേടുണ്ടല്ലോ, ഈ വരവ് ശരിയില്ലല്ലോ. നല്ല കോലത്തിൽ വന്ന വെള്ളം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളം ഇവിടെ കൊടുക്കാൻ പറ്റൂല. അസ്വദിനെ എതിർക്കാൻ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു എണീക്കാൻ ആദ്യം തന്നെ. സുബ്ഹാനല്ലാഹ്, അസ്വദ് ആരാണ്? എത്രയോ പടർക്കളത്തിന് പോയി പരിചയമുള്ള വലിയ യോദ്ധാവാണ്. ആരാ ഇന്നെ തോൽപ്പിക്കാൻ ധൈര്യമുള്ളത്? ഹംസ റളിയല്ലാഹു അൻഹു എണീറ്റപ്പോ പറഞ്ഞു, ഹംസേ, നമ്മൾ തമ്മിൽ ഇത് വേണോ? ഒരു മക്കാരല്ലേ, പരിചയക്കാരാണല്ലോ. ഞാൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അസ്വദിന്റെ വലിയ വർത്തമാനം. ഞാൻ ആരാന്നറിയൂലേ? എന്റെ മുന്നിൽ വന്ന ഏതെങ്കിലും ശത്രു തിരിച്ചു പോയിട്ടുണ്ടോ? അവസാന ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിയിട്ട് പോര് മോനെ ഹംസ. ഉറപ്പിപ്പാനാരുൾ കേട്ട് സ്വഹാബാക്കൾ നീലത്തെ ഉശർമയിൽ കൂടുകളും അണികളിൽ പീഡിത്തേ മരുവലർ വാഴി കൊള്ളേ ഉടൽ നേരായി നീറുത്തേ മനം മുന്തിയാരികറുകൾ സവ്തിർ പൊൽക്കാരുത്തേ. സഫായി നിൽക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. അസ്വദിന്റെ നേരെ ചാടി വീഴുന്നു. നേരെ
നേരെ ചാടി വീണിട്ട് ദീർഘനേര പോരാട്ടത്തിന് ശേഷം ഈ വലിയ കിങ്കരനായ അസ്വദിനെ നിലം പരിശാക്കുന്നു. അസ്വദ് ഹംസയുടെ റളിയല്ലാഹു അൻഹുവിന്റെ വാളിനിരയായി വീണുപോയി. ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ സമ്മതിച്ചില്ല. അഹങ്കാരത്തിന് ഇവിടെ വില പോകൂല. അവരിറങ്ങി തിരിച്ചത് തന്നെ അങ്ങനെയാണ്. ദുശഗുണം എത്ര കണ്ടിട്ടും മതിയാകാത്തവരാണ്. ഒട്ടകത്തെ അറക്കുമ്പോഴും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഒട്ടകത്തെ അറക്കുമ്പോൾ ഒട്ടകം ഓടിപ്പോയി. ആ ഒട്ടകത്തിന്റെ രക്തം മുഴുവൻ ടെന്റുകളിലേക്കും ചീറിത്തെറിച്ചുപോയി. ഇത് കണ്ടപ്പോഴും ചില ആൾക്കാർ പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. അവര് വന്നവര് മുഴുവനും യുദ്ധത്തിന് വന്നിട്ടില്ല. ചരിത്രങ്ങൾ കുറെ ഞാൻ കട്ട് ചെയ്തതാണ്. ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ പലരും തിരിച്ചു പോയിട്ടുണ്ട്. 300 ആള് വന്നവരിൽ നിന്ന് റിട്ടേൺ അടിച്ചിട്ടുണ്ട്. എന്തിനാ നമ്മൾ പോകുന്നത്? അബൂ സുഫിയാനും സംഘവും സേഫായി മക്കയിലെത്തിയിട്ടുണ്ടല്ലോ, നമ്മൾ ഇതിനെ രക്ഷിക്കാനല്ലേ ഇറങ്ങിയത്, ഇനി എന്തിനാ പോകുന്നത് എന്നും പറഞ്ഞ് പലരും തിരിച്ചിട്ടുണ്ട്. കിബറോടുകൂടെ അബൂജഹൽ പറഞ്ഞതാണ്, ഇല്ല, വെച്ച കാല് ഞാൻ പിന്നോട്ടെടുക്കൂല, മുഹമ്മദിന്റെ തലയെടുത്തിട്ടേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിറങ്ങിയതാണ്. അഹങ്കാരം പരാജയപ്പെടുകയാണ്. റസൂലുള്ള പറഞ്ഞു, മക്കളെ പേടിക്കണ്ട, നിങ്ങൾ ആരും നിരാശപ്പെടണ്ട, അവരെ സംഘബലം കണ്ട് പേടിക്കണ്ട. അള്ളാന്റെ ഹബീബിനും സ്വഹാബത്തിനും ആ സംഘത്തെ വലുതാക്കി അള്ളാഹ് കാണിച്ചു കൊടുത്തിട്ടില്ല. അള്ളാന്റെ ഹബീബിനും സംഘത്തിനും ഖുർആൻ പറയുന്നുണ്ട്, ഇദ് യുരീകഹുമുല്ലാഹു ഫീ മനാമിക ഖലീലാ. ആ വലിയ സംഘത്തെ റസൂലുള്ളാഹിന്റെ സംഘത്തിന് ചെറുതായിട്ടാണ് കാണിച്ചു കൊടുത്തത്. വലൗ അറാകഹും കസീറാ, നിങ്ങളെ തോന്നിയത് നല്ല മല്ലന്മാരായിട്ടാണ്. മരിക്കാൻ പേടിയില്ലാത്ത ഖൗമല്ലേ സ്വഹാബത്ത്, ഈമാനിന്റെ വെളിച്ചത്തിൽ ഇറങ്ങിയവരല്ലേ അവര്. അവരെ കണ്ടിട്ട് ഈ വലിയ സൈന്യത്തിന് പേടി വന്നുപോയി. അസ്വദ് നിലത്ത് വീണപ്പോ അബൂജഹൽ പറഞ്ഞു, അസ്വദ് പോയല്ലോ മോനെ, അസ്വദാണല്ലോ വീണുപോയത്. പടച്ചോനെ, നമ്മളിൽ ഏറ്റവും വലിയ ഉഷാറുള്ള ആളാണ് പോയത്, ഇനി എന്താ നോക്കിക്കണേ, ഇറങ്ങിട. എല്ലാവരെയും വിളിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അവന് ചാടി ഇറങ്ങുകയാണ്, പലരെയും ഇറക്കുകയാണ്. അത് വരുന്നു ശൈബത്ത്, വലീദ്, ഉത്ബ, 3 ആളുകളും അവരിൽ നിന്ന് വരികയാണ്. 3 ആളുകൾ കാഫിരീങ്ങളിൽ നിന്ന് മുന്നോട്ട് വരുന്നു. ഒന്ന് വലീദാണ്, അയാള് പ്രായമുള്ള ആളാണ്. മറ്റൊന്ന് ഉത്ബയാണ്, മറ്റൊന്ന് ശൈബയാണ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇവരെ എതിർക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ള മുഹാജിറുകളായ ആളുകളെ വിളിക്കുന്നു. മുഹാജിറുകളെ വിളിക്കാതെ ആദ്യം അൻസാറുകളെ നെനീപ്പിക്കുന്നു. മദീനക്കാരായ അൻസാറുകളെ വിളിച്ചപ്പോ അബൂജഹൽ പറഞ്ഞു, അൻസാറുകൾ ഞങ്ങൾക്ക് വേണ്ട, അത് എരയൊക്കൂല, ഞങ്ങൾ മക്കക്കാര് തമ്മിലായിക്കോട്ടെ കളി, അൻസാറുകളെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് മക്കക്കാരെ കൊണ്ടുവരൂ. മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തി 3 സിംഹര, മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറാ. മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തി 3 സിംഹര, മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറാം. ജിഹാബിഹത്ത് 2 സ്വഫിടക്ക് ചെണ്ട് ഹാദിറാം. ചേർമതം തരിത്തുകൊണ്ട് ചോടി അന്ത കാഫിറാ. മുഹാജിറുകൾ എണീക്കട്ടെ എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ 3 സിംഹക്കുട്ടികൾ എണീറ്റു പോയി. ഒന്നാമത്തെ ആള് ഉബൈദ തങ്ങളാണ്, പ്രായമുള്ള ആളാ. പിന്നെ ഹംസ റളിയല്ലാഹു അൻഹു തന്നെ വരുന്നു. മൂന്നാമത്തത് ഹൈദർ, പുലിക്കുട്ടി എന്ന് പേര് കിട്ടിയ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും. 3 ആളും കടന്നു വരുന്നു. ഉബൈദ തങ്ങൾക്ക് വലീദിനെ കൊടുക്കുകയാണ്. തമ്മിൽ അങ്ങോട്ട് ജോഡിയൊത്തോട്ടെ, പ്രായമുള്ള ആൾക്കാർ പ്രായമുള്ള തമ്മിൽ ആയിക്കോട്ടെ. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അതാ ഉത്ബയെ നേരിടുന്നു. വലീദ് ശൈബത്തിന് അലിയാർ തങ്ങളും നേരിടുന്നു. അല്ലാഹ് ഘോരമായ യുദ്ധം തുടങ്ങുന്നു. ശൈബത്തിനെയും വലിയ ഉത്ബയെയും ഹംസ റളിയല്ലാഹു
റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും നിലത്ത് വീഴ്ത്തുന്നു. അവരുടെ വാളിന് ഇരയാകുന്നു, മരിച്ചു വീഴുന്നു. മഹാനായ ഉബൈദ തങ്ങൾ പ്രായമുള്ള ആളാണ്. വലീദിൽ നിന്നൊരു വെട്ട് കിട്ടിപ്പോയി. മഹാനവരുടെ കാലിന് വല്ലാത്ത മുറിവായി പോയി, ഒടിഞ്ഞു തൂങ്ങിപ്പോയി. പിന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. മൂന്നാൾ ഇവിടുന്നും മൂന്നാൾ അവിടുന്നും സെലക്ട് ചെയ്യപ്പെട്ട യുദ്ധത്തിന് ദ്വന്ദ്വ യുദ്ധം എന്നാണ് പറയുന്നത്. ഈ യുദ്ധമാണ് ആദ്യം നടക്കുന്നത്. വലീദിൽ നിന്ന് വെട്ടുകിട്ടിയ ഉബൈദ തങ്ങളെ താങ്ങിയെടുത്തു കൊണ്ടുപോയി സ്വഹാബ. വലീദിന് അലിയാര് തങ്ങളും ഹംസ തങ്ങളും നേരിട്ടു, അവനെയും കൊല ചെയ്തു. ഉബൈദ തങ്ങളെ എടുത്ത് താങ്ങിയിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്തെത്തിയപ്പോ ഉബൈദ തങ്ങളെ കരയുകയാണ്. നബിയേ, കൊതിയോടെ ഇറങ്ങിയതാണ്, ഷഹീദാകണമെന്നുള്ള പൂതി വെച്ച് മനസ്സിലുണ്ട്. പക്ഷേ മുറിവായിട്ടാണല്ലോ ഞാൻ മടങ്ങിയത്. എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ തങ്ങളെ? സ്വഹാബത്തിന്റെ മനസ്സ് നോക്ക് മുഅ്മിനീങ്ങളെ. വജാദൂ ബി അംവാലിൻ വബഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതിനി ഗസ്വതി. എല്ലാം അവര് വിട്ടേച്ചുപോയി, എല്ലാം ദീനിനങ്ങ് കൊടുത്തുപോയി. ഉബൈദ തങ്ങളോട് റസൂലുള്ളാഹി പറഞ്ഞു, വിഷമിക്കണ്ട ഉബൈദ തങ്ങളെ, നിങ്ങളും ഷഹീദിൽ പെട്ട ആളാണ്. അതേ മദീനയിലേക്കുള്ള തിരിച്ചു യാത്രയിലാണ് മഹാനവറുകൾ വഫാത്തായത്. 313 ആളുകളാണെന്നാണ് പ്രബലമായ അഭിപ്രായം. അവരിൽ നിന്ന് 14 ആളുകളാണ് ഷഹീദായത്. അതിലൊരാളാണ് മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, മലക്കുകൾ ഇറങ്ങി വരുന്നു, കാഴ്ചയുണ്ട്. സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ കോലത്തിൽ ഇബ്ലീസ് അവരടക്കൽ വരുന്നുണ്ട്. എത്രയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഈ യുദ്ധം കഴിഞ്ഞിട്ട് അവര് തിരിച്ചു ചെന്നപ്പോ മുത്തുനബി ടെന്റിൽ സുജൂദിനായി കടന്നിട്ട് ദുആ ചെയ്യുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം. ദീർഘനേരത്തെ സുജൂദ് കണ്ടപ്പോ അലിയാര് തങ്ങൾ അവിടുത്തെ ചെവിയൊന്ന് വെച്ച് നോക്കിയപ്പോ കേൾക്കുന്ന ദിക്ർ ഇതാണ്: യാ ഹയ്യു യാ ഖയ്യൂം റബ്ബേ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ. ഈ ചെറു സംഘത്തെ നീ എങ്ങാനും ഇവരുടെ മുമ്പിൽ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഫലാ തഅവുദു ഫിൽ അർളി അബദാ. പിന്നെ ദുനിയാവില് നിന്നെ ആരാധിക്കാൻ ആരാ റബ്ബേ ഉള്ളത്? അതുകൊണ്ട് ഈ ചെറു സംഘത്തെ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഈ ദീർഘനേരത്തെ ദുആ കഴിഞ്ഞിട്ട് മുത്തുനബി എണീക്കുമ്പോ ഖദ് ജാഅത്തിൽ ബുശ്റാ, ഖദ് ജാഅത്തിൽ ബുശ്റാ, സന്തോഷം കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് എണീക്കുന്നത്. സന്തോഷം എന്താണ്? വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ. നിങ്ങൾ വളരെ നിസ്സാരക്കാരായിരുന്നു, പടയെങ്കിയില്ല, ആളെണ്ണത്തിന് വാളില്ല, സൗകര്യങ്ങളില്ല, വളരെ എണ്ണത്തിലും കുറവായ നിങ്ങളെ അള്ളാഹു സഹായിച്ചു എന്ന് ഖുർആൻ പറയുന്നത്. മലായിക്കത്തുകളെ കൊണ്ട് അള്ളാഹ് സഹായിക്കുന്നു. 3000 മലായിക്കത്ത് ആദ്യം ഇറങ്ങി വന്നു, പിന്നെ 2000 വന്നു, 5000 മലായിക്കത്ത് വന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മലായിക്കത്ത് വെള്ളക്കൊടിയേന്തിയിട്ടാണ് വന്നത്. ഇത് മഹാനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നുണ്ടല്ലോ. ഇതാണ് സന്തോഷം എന്ന് പറഞ്ഞത്. എന്നാൽ കുഫാറിന്റെ ഭാഗത്ത് ഇബ്ലീസ് ഉണ്ട്. അവരെ പിരികൂട്ടാന് ഇബ്ലീസ് വന്നത് സുറാഖത്ത് എന്ന ചങ്ങായിന്റെ കോലത്തിലാണ്. അവൻ യുദ്ധത്തിന് വന്നിട്ടില്ല. സുറാഖത്ത് ഇങ്ങനെ മൂട്ടി വല്ലാതെ മുന്നോട്ട് തള്ളിയ ആളാണ്. മലക്കുകളുടെ നേതാവായിരുന്നല്ലോ. അസാസീൽ എന്നല്ലേ ഇബ്ലീസിന്റെ പണ്ടത്തെ മലായിക്കത്തിന്റെ അടക്കുണ്ടായിരുന്ന സമയത്തുണ്ടായ പേര്. ആ മലായിക്കത്തിനെ കണ്ടപ്പോ ഇബ്ലീസിനെ പിന്തിരിയാൻ തുടങ്ങി. ഇനി ഇവിടെ 4 തടികേടാകുമെന്ന് ബോധ്യപ്പെട്ടു. അവന് മെല്ലെ മെല്ലെ പിരിയാൻ തുടങ്ങി. ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി നകസ അലാ അഖിബൈഹി. ഇത് കണ്ട അബൂജഹൽ പിടിച്ചു. എവിടേക്കാ സുറാഖ പോകുന്നത്? ഇത് സുറാഖയല്ലല്ലോ, ഇബ്ലീസ് അല്ലേ, ഞാൻ പോകാണ്. അതേ പിടിച്ചു വെച്ചപ്പോ ഇബ്ലീസ് ഒറ്റ കുത്താണ് അബൂജഹലിനെ. പിടിച്ചു വെച്ചവരെ മുഴുവനും ആക്രമിക്കാണ്. ചങ്ങായിക്ക് വേഗം ഇവിടുന്ന് പോകണോ? സുറാഖനോട് മറ്റുള്ളവർ പറഞ്ഞു, എന്നെ മക്കത്തെത്തട്ടെ, കാണിച്ചു തരാ.
ഇത് സുറാഖയല്ലല്ലോ. മക്കത്തെത്തിയിട്ട് സുറാഖത്തിനെ പിടിച്ച് ചാമ്പുന്നുണ്ട്. പോകട്ടെ, കഥ നീളും. അതേ ഇബ്ലീസ് ഇവരെ കണ്ടപ്പോഴേക്ക് പിന്തിരിഞ്ഞുപോയി. മലായിക്കത്ത് ഇറങ്ങിയിട്ടാണ് ഈ സമുദായത്തിന്റെ തലയെടുത്തു കളഞ്ഞത്. മലായിക്കത്ത് പറഞ്ഞു, ഫദ്രിബൂ ഫൗഖൽ അനാഖ്, പെരടിക്ക് മുകളിൽ കണ്ടത് മുഴുവനും കൊടങ്ങി വെട്ടിക്കോടാ. വദ്രിബൂ മിൻഹും കുല്ല ബനാൻ. ശത്രുക്കൾ പറയുന്നുണ്ടല്ലോ, അവര് പിന്തിരിഞ്ഞോട്ടമായി, പരാജയം സമ്മതിക്കലായി. 70 ആൾ അവരിൽ നിന്ന് കൊല ചെയ്യപ്പെട്ടു പോയി. ഓട്ടത്തിന് നടക്ക് 70 എണ്ണത്തിനെ പിടിച്ചു ബന്ധസ്ഥരാക്കി. സുബ്ഹാനല്ലാഹ്. അവര് തിരിച്ചുപോയി, പരാജയം സമ്മതിച്ച് ഗനീമത്തൊക്കെ വിരിച്ചു വാങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും വളരെ സന്തോഷത്തോടുകൂടെ മദീനത്തേക്കും മക്കയിലേക്ക് കുഫാറും പരാജയം വാങ്ങിയിട്ട് യാത്ര തിരിക്കുന്നത്. ഞാൻ ചുരുക്കി നിർത്തട്ടെ. മക്കയിലെത്തിയിട്ട് വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. മക്കത്തെ കഅബന്റെ മുറ്റത്ത് ഒരുമിച്ചുകൂടി സ്വറ പറഞ്ഞ് ആരെയും ഇവിടെ കാണാനില്ല. റസൂലുള്ള പറഞ്ഞിരുന്നു, അബൂജഹൽ ഈ യുദ്ധത്തിൽ തീരും. എവിടെയാണ് വീണ് കിടക്കാന്ന് വരെ കാണിച്ചു കൊടുത്തിരുന്നു. ഉത്ബ എവിടെ വീഴുമെന്ന് പറഞ്ഞിരുന്നു. ഷൈബ എവിടെ വീഴുമെന്ന് റസൂലുള്ള കാണിച്ചു കൊടുത്തിരുന്നു. എല്ലാം പുലർന്നല്ലോ. റസൂലുള്ളാന്റെ വാക്ക് പുലർന്നല്ലോ. സ്വഹാബത്തിന് സന്തോഷമായി. ബദർ വിജയം നേടിപ്പോയി. ഇസ്ലാമിന് ഇസ്സത്ത് കിട്ടിപ്പോയി. ആദ്യത്തെ യുദ്ധം തന്നെ വലിയ വിജയം. അത് ആയിരക്കണക്കിന് ആളുകളോട് 313 ആളുകളാണ് യുദ്ധം നടത്തിയത്. അവര് ജയിച്ചത് വാളിന്റെ എണ്ണം കൊണ്ടല്ല, അവരുടെ അംഗബലം കൊണ്ടല്ല, അവരെ ശക്തി കൊണ്ടല്ല. അവരെ ഒരേ ഒരു ശക്തി ഈമാനിക ഖുവത്താണ്. വല്ലാത്ത ഈമാനിക ധൈര്യമാണ്. ആ ധൈര്യം സ്വഹാബത്തിന്റെ ധൈര്യം കണ്ടപ്പോഴാണ് ശത്രുക്കൾ പരാജയപ്പെട്ടു പോയത്. അവരെ കൽബിൽ പേടി വന്നു പോയത്. അതുകൊണ്ടാണ് അവര് തോറ്റോടിയത്. അവിടുന്ന് കൂട്ടം കൂടിയിട്ട് അവര് പറയുന്നുണ്ട്, ഞങ്ങളെ വെട്ടിയതൊന്നും മദീനക്കാരല്ല, ഞങ്ങളെ വെട്ടിയത് ഏതോ ഒരു കൂട്ടരാണ്. വെള്ള ആൾക്കാർ ഇങ്ങനെ നടക്കുന്നത് കണ്ടിരുന്നു, തല ഇങ്ങനെ പോകുന്നത് കണ്ടിരുന്നു. അള്ളാഹ് ഇറക്കി സഹായിച്ചതാണ്, ഈ ഉമ്മത്തിനെ കാത്തതാണ്, ഈ ദീനിന് ഇസ്സത്ത് തന്നതാണ്. മുഅ്മിനേ ഇസ്സത്ത് വേണോ, വിജയം വേണോ? ഈമാനുള്ളവർക്കേ വിജയമുള്ളൂ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഈമാനുള്ളവർക്കാണ് വിജയം ഒക്കെയും ഉള്ളത്. എത്ര വലിയ സമ്പന്നനായാലും എത്ര വലിയ കഴിവുണ്ടായാലും എല്ലാം പരാജയപ്പെട്ടു പോകും. പക്ഷേ ഈമാനുള്ളവർക്ക് ഏത് ഘട്ടത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയും. ഏത് നിയമങ്ങൾ വന്നാലും ആരെന്ത് പറഞ്ഞാലും ശക്തി ഈമാനിക ഖുവത്തുണ്ടോ, നമുക്ക് പിടിച്ചു നിൽക്കാം. റബ്ബേ, ഞങ്ങൾ പറഞ്ഞത് സ്വീകരിക്കണേ അല്ലാ, കേട്ടത് കബൂലാക്കണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ട ബദരീങ്ങള് മുഅ്മിനീങ്ങൾ വെച്ച് 1-ാം നമ്പർ സ്ഥാനക്കാരാണെന്ന് മുത്തുനബി പറഞ്ഞ ബദരീങ്ങളെ കുറിച്ചാണ്. ആ ബദരീങ്ങളെ നേതാവ് റസൂലുള്ളാഹിനെ കുറിച്ചാണ് ഞങ്ങൾ ഇത്ര സമയവും പറഞ്ഞത്. ഈ ഇരുത്തം ഞങ്ങൾ ഇന്ന് വെറുതെയാക്കല്ലേ അല്ലാ, ഈ ഇരുത്തം ഞങ്ങൾ ഇന്ന് വെറുതെയാക്കല്ലേ റബ്ബേ. പരിശുദ്ധ റമദാനില് നോമ്പുകാരായി പട്ടിണി സഹിച്ചിട്ട് ആ യുദ്ധത്തിനിറങ്ങി തിരിച്ച് വിജയം കൈവരിച്ച സ്വഹാബത്ത്, അവരെ പറഞ്ഞ ബറകത്ത് കൊണ്ട് ഞങ്ങളെ നാവ് നന്നാക്കണേ അല്ലാ. ദിക്ർ ചൊല്ലുന്ന നാവാക്കണേ റബ്ബേ. നിന്നെ പേടിക്കുന്ന ഖൽബ് തരണേ അല്ലാ. പടച്ചവനെ, അവരെ കൂടെ സ്വർഗം പുലുകാൻ പാവങ്ങളായി ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഇവിടെ ഇരുന്ന ഓരോ സെക്കൻഡ് കണക്ക് ഞങ്ങളെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി തരണേ റഹ്മാനെ. സ്വർഗത്തിൽ അവരെ കൂടെ ഇടം നൽകണേ അല്ലാ. ബദരീങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരാണ്, സ്വർഗം കിട്ടിപ്പോയവരാണ് അല്ലാ. എല്ലാം മറന്ന്, ജീവിതം മറന്ന്, രക്തം അല്ലാ, ശരീരം മറന്ന്, കുടുംബത്തെ മറന്ന് അല്ലാ ദീനിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ റബ്ബേ. അവരെ കൊണ്ടുള്ള ഈമാനൊന്നും ഞങ്ങൾക്കില്ല. ഈ ദീനിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം പോലും ഉറക്കുഴിച്ചിട്ടില്ല. ഈ ദീനിന് വേണ്ടി പട്ടിണി കിടന്നിട്ടില്ല. ശരീരത്തിൽ ഒരു വേദന അനുഭവിച്ചിട്ടില്ല.
വെച്ചിട്ടില്ല റബ്ബേ. ഞങ്ങൾ എങ്ങനെ ചോദിക്കാനാ? നിന്റെ മുമ്പിൽ കയ്യിൽ ഒരു അമലും ഇല്ല റബ്ബേ. എങ്കിലും ഈ മഹാന്മാരായ സ്വഹാബത്തിന് ഞങ്ങളെ ഖൽബിൽ സ്നേഹിക്കുന്നുണ്ട്. അസ്ഹാബുൽ കഹ്ഫിനെ സ്നേഹിച്ച നായക്ക് സ്വർഗം കൊടുത്തില്ലേ അല്ലാഹുവേ. പാവങ്ങളായ ബദരി ഞങ്ങൾ ബദരീങ്ങളെ മഹബത്ത് വെക്കുന്നു, അവരെ ഞങ്ങൾ മഹബത്ത് വെക്കുന്നു, അവരെ പാടി പറയുന്നു, അവരെ മൗലിദ് ചൊല്ലുന്നു, അവരെ നേർച്ച കഴിക്കുന്നു, അവരെ ആണ്ട് കഴിക്കുന്നു. ഇതുകൊണ്ടൊക്കെയുള്ള ലക്ഷ്യം അവരെ ഒരു ശഫാഅത്ത് കിട്ടിയിട്ട് സ്വർഗം മുൽകലാണ്. അവരെ കൂടെ കൂടാനുള്ള കൊതി കൊണ്ടാണ്. പാവങ്ങളായ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾക്കിടയിൽ ഒരുപാട് രോഗികളുണ്ട്. ഒരു സഹോദരൻ ഒന്ന് സർജറിയാണ്, മേജർ സർജറിയാണ്, പ്രത്യേകം ദുആ ചെയ്യണം മജ്‌ലിസിൽ എന്ന് പറഞ്ഞു. റബ്ബാ ഇനി ബദരീങ്ങളെ ഹക്ക് കൊണ്ട് ശിഫയാക്കണേ അല്ലാ. സർജറി അത്യാവശ്യമാണ്, വിജയിപ്പിക്കണേ റബ്ബേ. ആഫിയത്തിലാക്കണേ അല്ലാ. പൂർണ്ണ സിഹത്ത് നൽകണേ റഹ്മാനെ. എന്തെല്ലാം രോഗികൾ ഞങ്ങളെ കുടുംബത്തിൽ ബന്ധങ്ങളിലുണ്ടോ സർവർക്കും നീ ശിഫാ നൽകണേ അല്ലാ. സർവാഫത്ത് മുസീബത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഈമാനോടെ ജീവിച്ച് കാമിലായ ഈമാനോടെ ഇതുപോലെ നോമ്പുകാരായി നല്ല ദിവസം നല്ലതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോ ഞങ്ങളെ റൂഹിനെ പിടിക്കണേ അല്ലാ. ഞങ്ങളെ റൂഹിനെ പിടിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا ولوالدينا ولأساتذتنا ولجميع المسلمين. آمين برحمتك يا أرحم الراحمين. എല്ലാവരും അസ്റിന് ശേഷം മൗലിദിൽ